പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ നമ്മൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് കൃഷ്ണൻ? കലോത്സവ വേദിക്കരികിൽ സംസ്ഥാനത്ത് അനന്തപുരിയിൽ ആനന്ദപൂരം എത്രമാത്രം എന്ന് കാണിച്ചു തുടങ്ങാനുള്ള പുലരിയാണിത്. മൂന്നാം ദിനം കലോത്സവം സംസ്ഥാന സ്കൂൾ. അതെ, മൂന്നാം ദിനം എന്ന് പറയുമ്പോൾ ആവേശത്തിന് ഒട്ടും കുറവില്ല. ആവേശം അത്രത്തോളം ഓരോ ദിനം കഴിയുമ്പോൾ. കാരണം എനിക്ക് തോന്നുന്നു സെൻട്രൽ സ്റ്റേഡിയത്തിനടുത്ത് സെക്രട്ടേറിയറ്റിന് പിൻവശത്തായാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ പുലർന്നു എന്ന് ഉറപ്പിച്ചു പറയാറായിട്ടില്ല, കാരണം നേരം പുലർന്നിട്ടുണ്ട്. പുതുപുത്തൻ പുലരി ആരംഭിക്കുന്നു, പക്ഷേ വേദികൾ ഉണരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ആഘോഷത്തിന്റെ മൂന്നാം ദിവസത്തിന് തുടക്കമാകാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പുത്തൻ പുലരി നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. കണ്ണൂരും തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ വലിയ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്, കട്ടയ്ക്ക് കട്ടയാണ് ഈ മൂന്ന് ജില്ലകൾ തമ്മിലുള്ള പോരാട്ടം. ഒരു പോയിന്റിന്റെയൊക്കെ വ്യത്യാസത്തിൽ 1, 2, 3 സ്ഥാനങ്ങളിലേക്കൊക്കെ മാറി വരികയാണ്. ഏതായാലും മത്സരങ്ങൾ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ, പക്ഷെ ഉത്സവ നിറവിൽ തന്നെയാണ് അനന്തപുരി. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്ക് കലോത്സവ വാർത്തകളിലേക്കൊക്കെ വരണം. ഇനി 2 മണിക്കൂർ നേരം തുടരെ കലോത്സവ നഗരിയിൽ നിന്ന് തന്നെയാണ് വാർത്ത. അതിനു മുമ്പ് നമുക്ക് പ്രധാന വാർത്തകൾ നോക്കാം. PV Anwar താനൂർ സെൻട്രൽ ജയിലിൽ ഇന്ന് ജാമ്യാപേക്ഷ നൽകും. വീട് വളഞ്ഞ അറസ്റ്റ്, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം. സംസ്ഥാന സ്കൂൾ കലോത്സവം മൂന്നാം ദിനം. തിരുവാതിരയും മിമിക്രിയും മോണോ ആക്ടും വേദികളിൽ. കണ്ണൂരും തൃശ്ശൂരും കോഴിക്കോടും കട്ടയ്ക്ക് കട്ട. നവീൻ ബാബുവിന്റെ മരണം ഇന്ന് ഹൈക്കോടതിയിൽ. CBI അന്വേഷണം വേണമെന്ന ഹർജിയിൽ വിധി പറയും. പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകളിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടി കുടുംബം. മുനമ്പം സമരം പുതിയ രൂപത്തിലേക്ക്. പിന്തുണച്ച് കൂടുതൽ സഭകൾ. ജനുവരി 7-നും 20-നും ക്രിസ്ത്യൻ കൂട്ടായ്മ സമരപ്പന്തലിലെത്തും. തണുത്തുറഞ്ഞ ഉത്തരേന്ത്യ. ഡൽഹിയിൽ യെല്ലോ അലർട്ട്, കനത്ത മൂടൽമഞ്ഞ്, വായു മലിനീകരണവും രൂക്ഷം. എരുമേലി പേട്ടതുള്ളാൻ അമ്പലപ്പുഴ സംഘം ഇന്ന് പുറപ്പെടും. പേട്ടതുള്ളൽ 11-ന്. യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു. സ്ഥിരീകരിച്ച റഷ്യ. 4 മാധ്യമപ്രവർത്തകർക്ക് പരിക്ക്. സിറോ മലബാർ സഭ സിനഡിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. 54 മെത്രാൻമാർ പങ്കെടുക്കും. ശരി, എന്തായാലും കൃഷ്ണൻ, ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങേണ്ടത് എല്ലാ ദിവസത്തെയും പോലെ തന്നെ ശബരിമലയിൽ നിന്നാണ്, സന്നിധാനത്ത് നിന്നാണ്. സന്നിധാനത്ത് ആരാണ് നമുക്കുള്ളത്? അഖിൽ പാലോട്ടുമട. അതായത് മകരവിളക്കിന് ഉള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. പേട്ടതുള്ളൽ സംഘങ്ങൾ ഇന്ന് പുറപ്പെടുന്നു. വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിലുള്ളത്. നമുക്ക് സന്നിധാനത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. അഖിൽ പാലോട്ടുമഠം ഒപ്പം ചേരുന്നു. അഖിൽ, ആദ്യം അറിയേണ്ടത് അവിടുത്തെ തിരക്കിനെ കുറിച്ചാണ്.
കൃഷ്ണരാജ് ദേവിക, സ്വാമി ശരണം, ഗുഡ് മോർണിംഗ്. ശബരിമലയിൽ തിരക്കിന് ഒരു കുറവുമില്ല. ശബരിമലയിൽ ഓരോ ദിവസം കഴിയുന്തോറും ലക്ഷത്തേക്ക് അടുത്തുകൊണ്ട് തന്നെയാണ് ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം എത്തുന്നത്. അത് എല്ലാ ദിവസവും ഏകദേശം 90,000-ന് മുകളിലേക്ക് തന്നെയാണ് ഇത്തവണത്തെ ദർശനങ്ങളുടെ, അതായത് മകരവിളക്കിന് വേണ്ടി 29-ന് 30-ന് തിങ്കളാഴ്ച നട തുറന്നത് മുതൽ എല്ലാ ദിവസവും 1,00,000-ക്ക് അടുത്തും 1,00,000-വുമായി തന്നെയാണ് ശബരിമലയിലെ അയ്യപ്പ ഭക്തരുടെ എണ്ണം പോകുന്നത്. മകരവിളക്കിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. മകരവിളക്കിന് മുന്നോടിയായിട്ടുള്ള പേട്ടതുള്ളലിനും ഇന്ന് ആരംഭം കുറിക്കുകയാണ്. ആലങ്ങാടും അമ്പലപ്പുഴയും സംഘമാണ് ഇന്ന് പേട്ടതുള്ളലിന് വേണ്ടി ആരംഭം കുറിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ശബരിമല സന്നിധാനത്തെ ഈ ശ്രീകോവിലിന്, അതായത് വലിയ കൊടിമര ചുവട്ടിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ 18-ാം പടി കയറി എത്തുന്ന ഓരോ അയ്യപ്പ ഭക്തനും ഫ്ലൈ ഓവറിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ തിരക്ക് തന്നെയാണ് ശബരിമല സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെടുന്നത്. ഓരോ മിനിറ്റിലും ശരാശരി 80-ലധികം അയ്യപ്പ ഭക്തരെ 18 പടി കടത്തിവിടുക എന്നുള്ള ഭഗീരഥ പ്രവർത്തനത്തിലാണ് പോലീസ് അയ്യപ്പന്മാരുള്ളത്. കാരണം ശബരിപീഠത്തേക്കും മരക്കൂട്ടത്തേക്കും ഒക്കെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു പോകുന്ന കാഴ്ച നിലനിൽക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലേക്കുള്ള ഒരു വേഗതയിലേക്ക് 18-ാം പടി, അതായത് 18-ാം പടി കടന്നെത്തുന്ന അയ്യപ്പന്മാർക്ക് മാത്രമായിരിക്കും അതിവേഗം സന്നിധാനത്തേക്ക് പോവുക. 18-ാം പടിയിൽ എത്രമാത്രം വേഗതയുണ്ടോ ആ വേഗതയ്ക്കനുസരിച്ചിട്ടായിരിക്കും ശബരിമല സന്നിധാനത്തെ അയ്യപ്പ ഭക്തർക്ക് മുന്നോട്ട് പോകുന്നത്, ആ തിരക്ക് നിയന്ത്രിച്ചു പോകുന്നത്. അവിടെ നിന്ന് 18-ാം പടി കയറി മുകളിലേക്ക് എത്തിയാൽ ഫ്ലൈ ഓവറിലെ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. വലിയ ജനാവലി അല്ലെങ്കിൽ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് 18-ാം പടി കയറി ഫ്ലൈ ഓവറിലേക്ക് എത്തി അവിടെ നിന്നും ശ്രീകോവിലിനരികിലേക്ക് എത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് അധികവുമായി ഇപ്പോൾ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മകരസംക്രാന്തി പൂജ, മകരവിളക്ക് തൊഴുക എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹമായി അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിളക്ക് തൊഴാൻ വേണ്ടി അയ്യപ്പ ഭക്തർ കാത്തു നിൽക്കുന്നത്. കൊച്ചു കുട്ടികളടക്കം മാളികപ്പുറങ്ങളടക്കം അയ്യപ്പന്മാരടക്കമുള്ളവരൊക്കെ തന്നെ ഇത് കാണുന്നതിലേക്ക് വേണ്ടി, അയ്യപ്പസ്വാമിയെ ഒരു നോക്ക് കാണുന്നതിലേക്ക് വേണ്ടി ആപൽബാന്ധകനായ അന്നദാന പ്രഭുവായ അയ്യപ്പസ്വാമിയെ കണ്ട് സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും എല്ലാം ഒരുപോലെ പങ്കുവെച്ച് അയ്യപ്പന്മാർ അവരുടെ കഷ്ടതകളിലേക്ക് പറയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ശബരിമല സന്നിധാനം മകരവിളക്കിന് മുന്നോടിയായിട്ട് വലിയ ഭക്തജന തിരക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും അയ്യപ്പന്മാരുടെ എണ്ണത്തിലും വലിയ വർധനവ് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരണമെന്റെ അയ്യപ്പ. പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം എവിഎ കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവേർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മെറാൾഡ ഗോൾഡ്, ഡയമണ്ട്, ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. രാമരാജനറിയാം മലയാളക്കര. ശബരിമലയിലെത്തുന്ന ഓരോ ഭക്തന്റെയും മനസ്സിൽ നിറയുന്ന ഒരു വാക്കുണ്ട്, തത്വമസി. ആ തത്വമസി എന്ന വാക്ക് അറിയാനാണ് അവർ ആ സന്നിധാനത്തേക്ക് എത്തുന്നത്. മാത്രമല്ല, ദേവിയെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ശബരിമല ഇരുമുടിക്കെട്ട് എന്തി 18-ാം പടി ചവിട്ടി അയ്യനെ കാണാൻ എത്തുന്നവരെ മുഴുവൻ വിളിക്കുന്നത് അയ്യപ്പൻ എന്നാണ്. അതെ, അയ്യപ്പന്മാർ പോകുന്നു, അയ്യപ്പസ്വാമി പോകുന്നു എന്നാണ്. കുട്ടികളാണെങ്കിൽ മണികണ്ഠൻ എന്നും മാളികപ്പുറം എന്നും വിളിക്കും. അപ്പോൾ അയ്യപ്പനുമായി തന്നെ ചേർന്ന് നിൽക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിലാണ് ദൈവം, അത് ഞാനാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു വലിയ റിയലൈസേഷൻ കൂടിയാണ് തത്വമസി എന്ന് പറയുന്നത്. ആ വാക്കിനും ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഉപനിഷത്ത് വാക്യമായ തത്വമസി ശബരിമലയുടെ ഭൗതിക ആത്മീയ സങ്കല്പങ്ങളുടെ തത്വശാസ്ത്ര രൂപം കൂടിയാണ്. ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം തിരികെ എത്താം. കാടും മേടും മലയും താണ്ടി 18 പടിയും ചവിട്ടിയെത്തുന്ന ഓരോ അയ്യപ്പ ഭക്തനെയും മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നത് തത്വമസി എന്ന ഈ മഹാവാക്യമാണ്.
ഈശ്വരൻ നീ തന്നെയാണ് എന്ന ശ്വേതകേതുകുമാരനെ അച്ഛനായ അരുണിമ മഹർഷി ഉപദേശിക്കുന്ന ചന്ദ്രോപനിഷത്തിലെ മഹാവാക്യമാണ് തത്വമസി. മാലയിട്ട് വ്രതം നോറ്റ് പമ്പയിൽ കുളിച്ച് 18 മലയും താണ്ടി ശബരിമലയിലെത്തി ഭക്തൻ 18 പടിയും കയറുമ്പോൾ ആദ്യം ദർശിക്കുന്നതും ക്ഷേത്രമുഖപത്മത്തിൽ കൊത്തിവച്ചിരിക്കുന്ന ഈ വേദവാക്യമാണ്. നീ തേടിയെത്തിയ ഈശ്വരൻ നീ തന്നെയാണ് എന്ന 4 അക്ഷരം അവനെ ഈശ്വരനാക്കുന്നു. തത്വമസി എന്ന വാക്യം ശബരിമലയിലെത്തിയിട്ട് നാളുകൾ അധികമായിട്ടില്ല. 1982 ഡിസംബർ 8 ക്ഷേത്രത്തിൻ്റെ സോപാനമുഖത്ത് തത്വമസി എന്ന വേദവാക്യം സമർപ്പിച്ചത്. ചിന്മയാനന്ദ സ്വാമിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് സ്ഥാപിച്ചത്. ശബരിമല ദർശനത്തിന് പുറപ്പെട്ട സുഹൃത്ത് കാളിദാസനോട് ചിന്മയാനന്ദ സ്വാമി ഇപ്രകാരം നിർദ്ദേശിച്ചു: അവിടെ എത്തുന്ന എല്ലാവർക്കും കാണാവുന്ന വിധം തത്വമസി എന്ന് എഴുതിവെക്കാൻ പറയണം. സ്വാമിയുടെ നിർദ്ദേശം കാളിദാസൻ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ഉപേന്ദ്രകുമാറിനെ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം തന്ത്രി കണ്ഠര് നീലകണ്ഠർ 18-ാം പടിക്ക് മുകളിൽ നിന്നുകൊണ്ട് സ്ഥലം ചൂണ്ടിക്കാണിച്ചു. തുടർന്ന് മേൽശാന്തി പൂന്തോട്ടം നാരായണൻ നമ്പൂതിരി മലയാളത്തിലും സംസ്കൃതത്തിലും തത്വമസി എന്നെഴുതിയ ഫലകം പ്രതിഷ്ഠിച്ചു. അന്നു മുതൽ ഇന്നുവരെ ശബരിമലയുടെ മുഖപത്മത്തിൽ തത്വമസി വിളങ്ങി നിൽപ്പുണ്ട്. ഭക്തജനകോടികൾക്ക് ശബരിമല പ്രതിനിധാനം ചെയ്യുന്ന സങ്കല്പങ്ങളുടെ യഥാർത്ഥ ഈശ്വരസങ്കല്പത്തെയും വഴികാട്ടിയുമായി മാറുന്ന തത്വമസി. പണ്ഡിതനോ പാമരനോ ഇല്ല, ഉയർന്നവനോ താഴ്ന്നവനോ ഇല്ല, എല്ലാവരും അയ്യപ്പസ്വാമിക്കു മുമ്പിൽ സമക്കാർ മാത്രമാണ് എന്ന് തെളിയിക്കുകയാണ് തത്വമസി എന്ന ഈ മഹാവാക്യം. എല്ലാവരെയും ചേർത്തു പിടിക്കുന്ന അയ്യപ്പസ്വാമിക്ക് മുമ്പിൽ. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ ബിബിൻ ആലുവയ്ക്കൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം സന്നിധാനം. തിരുവാനന്തപുരം, കലയുടെ സ്വന്തം തിരുവനന്തപുരം. തിരുആനന്ദപുരം പവേർഡ് ബൈ ജിടെക്. ജോലിയാണ് ലക്ഷ്യമെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ്, സ്പ്രെഡിംഗ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ കലോത്സവത്തിലേക്ക് നമ്മൾ വീണ്ടും എത്തുകയാണ്. കലോത്സവ വാർത്തകളിലേക്ക് എത്തുകയാണ്. നമുക്കൊപ്പം 2 പേർ ചേരാനുണ്ട്, ശാലിനിയും മനോജും. അതിനു മുമ്പ് നമുക്ക് ചില റിപ്പോർട്ടുകൾ കാണാം. ഈ കലോത്സവത്തിൽ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് ഈ കൊട്ടിക്കയറുന്ന ഇനങ്ങൾ എന്ന് പറയും. അതായത് ചെണ്ടമേളമാകട്ടെ പഞ്ചവാദ്യമാകട്ടെ, നമ്മുടെ ഒരു പൂരസമാനമായ അന്തരീക്ഷം നമുക്ക് ചുറ്റിലും പടർത്തുന്നവരാണ് അത്തരം മത്സര ഇനങ്ങളുമായി വരുന്നവർ. അപ്പോൾ എറണാകുളം മണിമംഗലം NSS ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തവണയും പഞ്ചവാദ്യത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അവർ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ആ സ്കൂളിന് അങ്ങനെ ഒരു പെരുമയുണ്ട്. അത് ഇത്തവണയും അവർ കാത്തു സൂക്ഷിച്ചു എന്നതാണ്. നമുക്ക് ആ റിപ്പോർട്ട് കാണാം. കൗമാര കലാമാമാങ്കത്തിൽ തുടർച്ചയായി എ ഗ്രേഡ് നേടുന്ന പഞ്ചവാദ്യം ടീം അംഗങ്ങളാണ് എറണാകുളം മാണിക്യമംഗലം NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികളുടെ ഒരു പെർഫോമൻസ് ആണ് ഇവിടെ എത്തിയ കാണികളെയൊക്കെ വളരെയധികം ആകർഷിച്ചത്. എന്തായാലും ആ ഒരു മേള പ്രമാണിയിലേക്ക് കൂടെ നമുക്ക് പോകാം. അഭിരാമാണ്. അഭിരാമിൻ്റെ അവസാന വർഷമാണോ ഈ ഒരു കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഈ ഒരു മത്സരം? അവസാന വർഷമാണോ? അവസാന വർഷം. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസൊക്കെ? അതോടൊപ്പം എന്താണ് ഈ ഒരു വിജയത്തിൻ്റെ രഹസ്യം? പ്രാക്ടീസ് ചെയ്ത് സാധകമൊക്കെ ചെയ്ത് അത്യാവശ്യം, പിന്നെ പരിപാടിക്കൊക്കെ പോയി. ഏതൊക്കെ തരത്തിലുള്ള വാദ്യങ്ങൾ? അതായത് പഞ്ചവാദ്യം മാത്രമാണോ അതോ മറ്റുള്ള കലാരൂപങ്ങളുണ്ടോ? അല്ല, പഞ്ചാരിമേളം കൊട്ടും, പഞ്ചവാദ്യം, ഇലത്താളം, അങ്ങനത്തെ സാധനങ്ങൾ. ഇതിലൊക്കെ തന്നെ എ ഗ്രേഡ് ആണോ?
മേളം. അപ്പോൾ അതോടൊപ്പം മറ്റൊരു പ്രത്യേകത, സഹോദരങ്ങൾ, അതായത് അഭിരാമിൻ്റെ സഹോദരൻ ഹരിക്കുട്ടനും ഒപ്പമുണ്ട്. ഹരിക്കുട്ടനൊരു ചേട്ടൻ കൂടെയുണ്ട്. ഇവർ 3 പേരും ഇത്തരത്തിൽ ഈ വാദ്യകലാരൂപങ്ങളിലൊക്കെ മികച്ച ഒരു കഴിവ് ഉള്ള വ്യക്തികൾ കൂടെയാണ്. കാരണം എല്ലാ സ്കൂൾ കലോത്സവങ്ങളിലും A ഗ്രേഡ് നേടുന്ന വിദ്യാർത്ഥികൾ കൂടെയാണ്. എന്തായാലും ഹരിക്കുട്ടൻ ഈ ഒരു ടീമിനെയൊക്കെ നയിച്ച് ഇവിടെ എത്തിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഒരു പരിശീലനമൊക്കെ? പരിശീലനമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെ നമുക്ക് നമ്മുടെ അനിയൻ്റെ ടീമിനെ നമുക്ക് പഠിപ്പിക്കാൻ ഒരു ഭാഗ്യമുണ്ടായി. പഠിപ്പിക്കാൻ അവിടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാനൊരു ഭാഗ്യമുണ്ടായി. പിന്നെ ഞങ്ങളും ഇതേ സ്കൂളിൽ നിന്ന് തന്നെ ഞങ്ങളും സ്റ്റേറ്റ് കലോത്സവത്തിലൊക്കെ പങ്കെടുത്തതാണ്. A ഗ്രേഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ പിന്തുടർച്ചക്കാരുണ്ടാവും. അവർക്കും ഇത് തന്നെയാണ്, A ഗ്രേഡിലേക്ക് എത്താൻ സാധിക്കട്ടെ, അതിനുവേണ്ട പരിശീലനം അവർക്ക് നൽകുമല്ലേ? പിന്നല്ലേ, നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യും. ഏതൊക്കെയാണ്? ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു പഞ്ചവാദ്യമല്ല, പഞ്ചാരിമേളം, അതോടൊപ്പം തന്നെ മറ്റ് മദ്ദളക്കേളിയുണ്ട്, തായമ്പകയുണ്ട്, ഉണ്ടാവാറുണ്ട്. ഇക്കൊല്ലം ഉണ്ടായില്ല, ഇക്കൊല്ലം പഞ്ചായത്ത് മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ എത്ര വർഷമായി നിങ്ങൾ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി A ഗ്രേഡ് നേടുന്നുണ്ട്? എന്തായാലും ഒരു 10-ലേറെ കൊല്ലമായി ഉണ്ടാവും. ഞങ്ങളുടെ ചേട്ടന്മാരും അവരുടെ ചേട്ടന്മാരൊക്കെ എന്തായാലും അവിടുന്ന് സ്ഥിരമായിട്ട് പോയിട്ടുണ്ട്. അപ്പോഴും കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടി വരുന്നുണ്ട്. അപ്പോൾ പാരമ്പര്യമായി തന്നെ ഈ ഒരു കഴിവ് കിട്ടിയവരാണ്. അവർ തന്നെയാണ് ഇന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്നത്. എന്തായാലും ഇനിയും ഉയരങ്ങളിലേക്ക് അവർക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബിജു പരൂരിനൊപ്പം M മനോജ്, ജനം. ശരി, എന്തായാലും 63ാമത് കലോത്സവ വേദി സജീവമായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് പറയേണ്ടി വരും. രാവിലെ നേരം പരപരാന്ന് പിളർന്നതേ ഉള്ളൂ ഞങ്ങൾ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവിടെ വേദികളെല്ലാം സജീവമാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുടിവെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നു, മറ്റ് സംവിധാനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു രാവിലെ മുതൽ തന്നെ വളരെയധികം സജീവമാണ്. ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പിലേക്ക് പോയാൽ പുലരുവോളം മത്സരങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. വേദികളുടെ എണ്ണം കൂടി, ക്രമീകരണം കുറച്ചുകൂടി മെച്ചപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായും മത്സരങ്ങൾ കൃത്യസമയത്ത് തീരുന്നുണ്ട്. കൃത്യസമയത്ത് എന്ന് വെച്ചാൽ അധികം അങ്ങ് നീണ്ടുപോകാതെ, രാവിലേക്ക് മാറ്റിവെക്കാതെ അല്ലെങ്കിൽ രാത്രിയിൽ തുടരാതെ ഏകദേശം ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ അവസാനിപ്പിക്കുന്ന നേരത്തിലേക്ക് മാറുന്നുണ്ട്. വേദികളുടെ എണ്ണം കൂട്ടിയത് വലിയൊരു ഘടകമാണ്. ഏതായാലും കുട്ടികൾക്ക് വിശ്രമമില്ലാത്ത കലോത്സവമല്ല, വിശ്രമിക്കാൻ സമയം കൊടുക്കുന്ന ഒരു കലോത്സവമാണ്, കാര്യം സംശയമില്ല. പക്ഷേ നമ്മളെല്ലാവരും ജനം ടിവിയുടെ ടീം വിശ്രമമില്ലാതെ തന്നെ കുട്ടികളെയെല്ലാം പിന്തുടരുന്നുണ്ട്. ഓരോ വേദികളിലും മാറി മാറി നമ്മൾ എത്തുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നമ്മൾ ഒപ്പിയെടുക്കുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. നമ്മൾ വിശ്രമമില്ലാത്ത 5 ദിവസമാണ് ഇനി ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഇത് 3ാമത്തെ ദിനമാണ്. ദിവസം 4-5 ശുഭപര്യവസാനം. അപ്പൊ നമുക്ക് കനകക്കുന്നിൽ നിന്ന് ഇപ്പോൾ ശാലിനിയും മനോജും ചേരുന്നുണ്ട്. ഈ തുടക്കം മുതൽ ഇതുവരെയും ഓടി നടന്ന് എല്ലായിടത്തും എത്താൻ ശ്രമിക്കുന്ന, വിവിധ വേദികളിലെ റിപ്പോർട്ടുകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന 2 പേരാണ്. 2 പേരെന്ന് വെച്ചാൽ 2 പേരല്ല കേട്ടോ, 10-12 പേര് റിപ്പോർട്ടേഴ്സ്. ആ 2 പേരാണ് ഇപ്പോൾ ഉള്ളത്, ശാലിനിയും മനോജും. ശാലിനി, ഗുഡ് മോർണിംഗ്. എന്തായാലും 63ാമത് കലോത്സവ ആഘോഷത്തിന്റെ 3ാം ദിനമാണ് ഇത്. ശാലിനി, നമുക്ക് എന്താണ് തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വേദികളിലേക്ക് വരുന്നില്ല എന്നൊരു പരാതി കൂടി പറയുന്നുണ്ട്. അത്തരം പരാതികൾ എല്ലാ വേദികളിലും ഉണ്ടോ, അതോ പ്രധാന വേദിയായ നിലയിൽ മാത്രമാണോ ഉള്ളത്? ദേവിക കൃഷ്ണരാജ, ഒരുപക്ഷെ ഞാൻ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കിയാണ്, തിരുവനന്തപുരം എനിക്കൊരു 2ാമത്തെ വീടാണ്. ഞാനൊരു വരുത്തയാണ് ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കൊല്ലം കലോത്സവം, തിരുവനന്തപുരത്ത് 10 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കലോത്സവമൊക്കെ നമ്മൾ കണ്ട് നിറഞ്ഞ വേദികളായിരുന്നു. ഒരുപക്ഷെ കാണികൾ വലിയ രീതിയിലുള്ള ഒഴുകിയെത്തിയ സാഹചര്യമായിരുന്നു. പക്ഷേ ഈ ആദ്യ 2 ദിനങ്ങൾ അവധി ദിവസമൊക്കെ ആയെങ്കിലും കുറവായിരുന്നു ആളുകളുടെ എണ്ണം എന്നുള്ളതാണ്. നമുക്ക് പൊതുവെ പല ജനപ്രിയ ഇനങ്ങൾക്കൊക്കെ ആളുകൾ കുറഞ്ഞ അല്ലെങ്കിൽ വേദികൾ ഉറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ 2 പേരെയാണ് കനകക്കുന്നിലേക്ക് ഇപ്പോൾ തത്സമയം പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ അയച്ചത്. പക്ഷേ ഒരാൾ എൻ്റെ കൂടെ മിസ്സാണ്. ഞാനിവിടെ കനകക്കുന്നിൽ എത്തിയതിനു ശേഷം അയാളെ കണ്ടിട്ടില്ല. അയാൾ എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള തിരക്കിൽ കൂടിയാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്തായാലും നമ്മൾ അയാളെ കണ്ടുപിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നിന്നും മിസ്സായി പോയ ആളുമായിട്ടായിരിക്കും ഞാൻ തിരികെ മെയിൻ വേദിയിലേക്ക് എത്തുക. എന്തായാലും പോയിന്റ് നിലയൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ആവേശവും, ഒപ്പം ആദ്യ 2 ദിനങ്ങളിൽ തന്നെ ആ ആവേശം മത്സരാർത്ഥികൾക്കുമുണ്ട്,
രക്ഷകർത്താക്കൾക്കുമുണ്ട്, അധ്യാപകർക്കുമുണ്ട്, പോയിന്റ് നിലയിലുമുണ്ട്. എന്തായാലും കണ്ണൂരാണ് ഇന്നത്തെ മത്സര ഇനങ്ങളെ സംബന്ധിച്ചിടത്തോളം പോയിന്റുകളെ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 449 പോയിന്റുമായി കണ്ണൂർ അതിവേഗം മുന്നോട്ട് പോവുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ തൃശ്ശൂരുണ്ട്. 1 പോയിന്റ് വ്യത്യാസത്തിൽ 448 പോയിന്റ് വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ 448 പോയിന്റുമായി തൃശ്ശൂരാണ് രണ്ടാമത്. 446 പോയിന്റുമായി കോഴിക്കോടും ഒപ്പത്തിനൊപ്പം ഈ ടീമിന് കൂടെയുണ്ട്. 4ാം സ്ഥാനത്ത് പാലക്കാടുമുണ്ട്. പക്ഷേ 3ാം നിലത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ജനപ്രിയ മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ മംഗലം കളി അടക്കമുള്ള ഗോത്രകലകൾ ഇന്ന് പ്രേക്ഷകരിലേക്കും കാണികളുടെ മുൻപിലേക്കും എത്താൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നടന്ന മത്സരങ്ങളിൽ ഈ ഗോത്രകലകൾ വേദിയിലേക്ക് എത്തുമ്പോൾ അവരുടെ ആഖ്യാനം, അവരുടെ ഡാൻസ്, അവരുടെ പാട്ട് ശീലുകളൊക്കെ ജനം വലിയ രീതിയിൽ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ വന്ന് കനകക്കുന്നിന്റെ മെയിൻ വേദിയാണ് എനിക്ക് തൊട്ട് സമീപത്തുള്ളത്. വേദിക്ക് മുന്നിൽ നിന്നും ഒരു ടീമിനൊപ്പം നമ്മുടെ മനോജിനെ കണ്ടെത്തിയിട്ടുണ്ട്. മനോജ് രാവിലെ തന്നെ വൈബിലാണ്, വൈബ് മൂഡിലാണ്. മനോജിനോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഈ വേദിയിൽ എത്തുന്നത് വരെ മനോജ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് മനോജും ഒപ്പം ഈ ടീമും പറയും. ഇവരെ തട്ടിക്കൊണ്ടുപോയതാണോ, മംഗലം കളിയിലേക്ക് മനോജിനെയും കൂടെ ചേർക്കാൻ കൊണ്ടുപോയതാണോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്തായാലും മനോജിനോട് കൂടി നമുക്ക് ചോദിക്കാം. മനോജ്, എന്താ സംഭവിച്ചത് ഇവിടെ? എന്താ അറിയോ, ഇന്ന് മലപ്പുഴയാട്ടോ, അതിന്റെ പ്രാക്ടീസാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ആവേശത്തിൽ തന്നെയാണ് രാവിലെയൊക്കെ കനകക്കുന്നിന്റെ ഈ ഒരു പരിസരമൊക്കെ തന്നെ രാവിലെ തന്നെ നമുക്ക് ഈ വാദ്യമേള ഘോഷങ്ങളോടെ കൂടി തന്നെയാണ് ഇവിടെ ആ ഒരു പുത്തൻ ഉണർവ് ഉണ്ടാകുന്നത്. എന്തായാലും ചേട്ടാ, എവിടെയാ സ്ഥലം, എവിടെയാ ഒന്ന് പരിചയപ്പെടുത്തിയ? സ്ഥലം പാലക്കാട് പട്ടാമ്പി ആറങ്ങോട്ടുകാരാണ്. എന്തായാലും രാവിലെ ഇവിടെ എത്തിയത്. ഇനി നിങ്ങളുടെ കുട്ടികൾ ഇവിടെ വരാനുണ്ടല്ലോ, അവരെന്ന് പഠിപ്പിക്കാനുണ്ട്. രാവിലെ അതിനു വേണ്ടിയിട്ടാണോ എത്തിയത്? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ പാലക്കാട് ജില്ലത്തെയും തൃശ്ശൂർ ജില്ലത്തെയും കുട്ടികളുണ്ട് ഇവിടെ മത്സരിക്കുന്നുണ്ട്. അതായത് ഇടുക്കി ജില്ലയിലെ മറയൂർ കാടുകളിൽ കണ്ടുവരുന്ന സുന്ദരമായിട്ടുള്ള നൃത്തം എന്നറിയപ്പെടുന്ന മലപ്പുലയാട്ടം, മറയൂരാട്ടം എന്നീ വേദിയിൽ തകർക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിശീലകരാണ് ഞങ്ങൾ. ശാലിനി, എന്തായാലും ഈ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവം പുതിയ 5 ഗോത്ര കലാരൂപങ്ങളെ കൂടെ സ്വീകരിച്ചിരിക്കുന്നു. അത് കാണുവാൻ വേണ്ടിയിട്ട്, അതായത് ഇതുവരെ അതിനെക്കുറിച്ച് അറിയാത്ത നിരവധി പേരുണ്ട്. അവരൊക്കെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ വന്ന് കണ്ടു. കഴിഞ്ഞ ദിവസം ഓരോ പണി നൃത്തം നടന്നു. അതോടൊപ്പം തന്നെ ഓരോ കലാരൂപങ്ങളും ഓരോ ദിവസം നടക്കുകയാണ്. അപ്പോൾ ഇന്ന് നടക്കുന്ന കലാരൂപത്തിന് വേണ്ടിയിട്ട് അതിന് ഒരു പ്രാക്ടീസ് എന്ന നിലയിലാണ് ഇവരൊക്കെ ആദ്യമേ ഇവിടേക്ക് എത്തിയത്. എന്തായാലും ഈ കലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ശാലിനിക്ക് ഈ കനകക്കുന്നിലേക്ക് എത്തുമ്പോൾ എന്താ, രാവിലെ മുതൽ ഇവിടെ ഒരു വൈബാണല്ലോ, അല്ലെങ്കിലും ഇവിടെ ഒരു വൈബ് തന്നെയാണ്. ഇപ്പോൾ കലോത്സവം കൂടെ ആകുമ്പോൾ പ്രത്യേക വൈബാണ്. എടുത്തു പറയണ്ട, കാരണം ഓരോ ഇടവേളകളിൽ അല്ലെങ്കിൽ ഓരോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പരിപാടികൾ നടത്താറുണ്ട്. സിനിമ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. കായികം, കലയൊക്കെ നമുക്ക് പിന്നിൽ കാണാൻ രാവിലെ ഇവിടെ നടക്കാൻ എത്തുന്നവരുണ്ട്, അവരുടെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്. അതിനൊപ്പമാണ് സംഗീതവും. ഒപ്പം തന്നെ ഒരുപാട് നാൾ ഞാനൊന്നും കേട്ടിട്ട് പോലും ഇല്ല. ഈ മലപ്പുലയാട്ടം എന്താണ്, പണിയ നൃത്തം എന്താണ്, പളിയ നൃത്തം എന്താണ്, ഇതൊക്കെ എന്താണ്? നമ്മൾ പുള്ളുവൻ പാട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാട്ടുമ്പുറത്ത് കാണുന്ന കലാരൂപങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്തവണ ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ എടുത്ത ഈ അതിജീവനത്തിന്റെ കലോത്സവമായി കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് ഈ 5 കലാരൂപങ്ങൾക്കാണ്. അതെന്തായാലും നമുക്ക് മാത്രമല്ല, ഒരുപക്ഷെ സാധാരണ അറിയാൻ വയ്യാത്തവർക്ക് ഇതിനെപ്പറ്റി അറിയുന്നത് മാത്രമല്ല, ഇത്രയധികമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇവർക്കൊക്കെ അധ്യാപകരെ ഇവരറിയപ്പെടുന്ന ഈ അധ്യാപകർക്കടക്കമുള്ളവർക്ക് ഒരു ജീവിത മാർഗം കൂടിയാണ്. അതിനെ കൂടി നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഓരോ ആളുകളും 12, 13 ടീമും ഒക്കെ ആയിട്ടാണ് കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും ഇടുക്കിയിൽ നിന്നും വയനാട്ടിൽ നിന്നും പാലക്കാട് നിന്നും ഒക്കെ തിരുവനന്തപുരത്ത് അനന്തപുരിയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കല ജനങ്ങളിലേക്ക് എത്തുമ്പോൾ സർക്കാർ അതിനെടുത്ത ഇനിഷ്യേറ്റീവിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഒരുപാട് സന്തോഷം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യമൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പോകുമ്പോൾ ഇതെന്താണ് ഇതെന്ന് അറിയണ്ടായിരുന്നില്ല. കാരണം നമുക്ക് പൊതുവെ കുട്ടികളുടെ വിചാരം ഗോത്ര നൃത്തം, അതായത് ഒരു ആദിവാസി നൃത്തം, ട്രൈബൽ ഡാൻസ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ വിചാരം ഈ ബാംബു ബോയ്സ് ഒക്കെ പോലുള്ള കോസ്റ്റ്യൂം ഇട്ട് കളിക്കണം. അപ്പോൾ ആ ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണ തിരുത്താൻ കൂടി ഇതിന് സാധിച്ചു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ പിള്ളേരിലേക്ക് എന്നതിലുപരി കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് അറിയപ്പെട്ടു. ഇപ്പോൾ ഇന്ന് മലപ്പുലയാട്ടാണെങ്കിൽ നാളെ പളിയ നൃത്തം വേദിയിലെത്താണ്. ഇപ്പോൾ മംഗലം കളിയും അതേപോലെ തന്നെ നമ്മുടെ പണിയ നൃത്തവും വിരൽ നൃത്തമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കലയെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ ഇത് ഒരുപാട് സഹായകമായി. അതേപോലെ തന്നെ ഊരുകളിൽ നിന്ന് ഒരുപാട് പേര് ഇതിനെത്തി. അതെ, തീർച്ചയായും ഊരുകളിൽ നിന്നും ഇന്ന് ഈ അരങ്ങിലേക്ക് എത്തുകയാണ് ഓരോ കലാരൂപങ്ങളും. അതായാലും രാവിലെ നമ്മൾ ഇവരുടെ ഈ താളമൊക്കെ കേട്ടു. എന്തായാലും ഒരു പാട്ടും കൂടെ ആവാം. ഈ ഒരു ടീം രാവിലെ മുതൽ നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ ആക്റ്റീവാണ്. എന്തായാലും നമുക്കൊരു പാട്ടും കൂടെ ആയാലോ? നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു കലാരൂപം കൂടി നമ്മുടെ ഈ കലോത്സവത്തിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ജില്ലയാണ് ഇരുള നൃത്തം. അപ്പോൾ ഇരുള നൃത്തത്തിൻ്റെ ഒരു പാട്ട്, അതായത്
എന്ന് പറയുന്നതിനപ്പുറം ഈഴ നൃത്തം എന്താണെന്നും കൂടി പ്രേക്ഷകർക്ക് പറയണം. ഞാനൊക്കെ ആദ്യം കേട്ടത് നമ്മളിവിടെ പട്ടം സ്കൂളിൽ ഇതിൻ്റെ ഒരു പ്രാക്ടീസ് സെക്ഷൻ എന്നപ്പോഴാണ്. മരണ വീട്ടിലും ഒപ്പം കല്യാണ വീട്ടിലും ഒക്കെ വട്ടം വെച്ച് ചുവടുകൾ വെച്ച് അവർ കളിക്കുന്നു. അവരുടേതായിട്ട് ഒരു തനത് ശൈലിയുണ്ട്, വനവാസികളുടേതായിട്ടുള്ള തനത് ശൈലി. അപ്പം ആ ഒരു പിന്നോക്കം നിന്ന ആളുകളെ വേദികളുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന സർക്കാരിന് തന്നെയാണ് ഒരു ബിഗ് സല്യൂട്ട്. ഒപ്പം ഇത്തരം ആളുകൾക്ക് ഒരു അവസരമായി. അപ്പോൾ ആ ഈഴ നൃത്തം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കേൾക്കാം. മലപുലയാട്ടത്തിന്റെ വാദ്യങ്ങളിലൂടെ ഞങ്ങൾ ഈഴ നൃത്തത്തിന്റെ പാട്ട് പാടാണ്. വെറൈറ്റിയാണ്. സോദോ സോദോ ലാമിദേ സോദോ സോദോ ലാമിദേ സോദോ സോദോ ലാമിദേ സോദോ ലാമിദേ ആദക ചക്കോ ആപ്പിടി പോട് ഓടമാട് ആ കറുമ്പ് ചെല്ല് സോദോ സോദോ ലാമിദേ സോദോ സോദോ ലാമിദേ. ലാലേ ലാലേ ലാലാലേ ലാലേ ലാലേ ലാലാലേ അതില്ലേലേലോ ലേലേലോ ദിലലേലേലോ ലേലേലോ. ஆதகச்சக்கோ ஆப்படி போடு இப்படி போடு காரமாடு சோதோ சோதோ லாமிதே சோதோ சோதோ ലാമിദേ. ഇത് കേട്ടപ്പോഴേ നമുക്ക് ആരെ ഓർമ്മ എന്നറിയോ? നഞ്ചിയമ്മ. അതെ, തീർച്ചയായും. നഞ്ചിയമ്മയുടെ ആ സിനിമ നമ്മൾ കണ്ടില്ലേ, അയ്യപ്പനും കോശിയും. അതിലെ ഒരു പാട്ട് നമുക്ക് ഇവിടെ കേട്ട പോലെ തോന്നി. എന്തെങ്കിലും സാമ്യം ഇതുമായിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും. നെഞ്ചിയമ്മ നമ്മുടെ പാരമ്പര്യമായിട്ട് ഇരുള നൃത്ത കലാകാരിയാണ്. ഇരുള നൃത്തത്തിലൂടെയാണ് നെഞ്ചിയമ്മ അമ്മ സിനിമയിലേക്ക് വരുന്നതും പാട്ട് പാടുന്നതും. തീർച്ചയായും. അപ്പോൾ ആ ഇരുള നൃത്തത്തിലൂടെ തന്നെയാണ് സിനിമയിലേക്ക് നഞ്ചിയമ്മ എത്തിയതും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പിന്തുടർച്ചക്കാരെ നമുക്കിന്ന് പാലക്കാടിൻ്റെ പല ഭാഗങ്ങളിലും കാണാൻ പറ്റും. ഒരു പ്രത്യേകത കൂടിയാണ്, ഞാനിവിടെ വന്ന് തട്ടിയപ്പോഴാണെങ്കിൽ മനസ്സിലായത് ഇത് ശരിക്കും ഒരു മൃഗത്തിൻ്റെയാണ്. കാളയുടെ തോല് വെച്ചിട്ട് ഒറിജിനൽ തോല് ഇതാണ്. വാദ്യങ്ങൾക്കും പ്രത്യേകത ഉണ്ട്. ഇത് കിടുമുട്ടി എന്നറിയപ്പെടുന്ന വാദ്യമാണ്. ഇത് ഉറുമി, അതായത് വാദ്യങ്ങളൊന്നും കിട്ടാനില്ല. ഞാനിപ്പോൾ ഈ ഉറുമി ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കൊണ്ടുവന്നത് ഉറുമി. അതേപോലെ ഇത് നഗാര എന്ന് പറഞ്ഞാൽ പളിയ നൃത്തത്തിനും ഉപയോഗിക്കുന്ന വാദ്യമാണ് നഗാര. ഇത് ചിക്കുവാദ്യം. ഇനി ദമ്പട്ടെ ചപ്പട്ട പറഞ്ഞിട്ടൊരു വാദ്യം കൂടിയുണ്ട്. അത് നമ്മുടെ പഠിതാക്കളുടെ കയ്യിലാണ് ആ വാദ്യം ഉള്ളത്. ഇതിൽ തൊടുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഇതിൻ്റെ ദേഹത്ത് തൊടുന്ന മാതിരിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം കനകക്കുന്നിൽ എന്തായാലും ഇവർ പൊളിക്കുകയാണ്. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ വേദി ഉണരും. അതിൻ്റെ ഒരു കാത്തിരിപ്പിലാണ് നമ്മളുള്ളത്. ദേവനോജിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തിൽ. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അതായത് നമ്മൾ ഈ പാലക്കാട് നിന്നും അതോടൊപ്പം തന്നെ ഈ ഗോത്ര കലാരൂപങ്ങളുടെ കൂടുതലായി ഉള്ള സ്ഥലങ്ങളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ അപ്പോൾ അവർക്ക് പെട്ടെന്ന് വഴങ്ങുന്നുണ്ടോ? അവരെ എങ്ങനെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി, പരിശീലിപ്പിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കായികാധ്വാനം കൂടുതലായിട്ടുള്ള കലാരൂപങ്ങളാണ് എല്ലാ ട്രൈബൽ ഡാൻസ്, 5 ട്രൈബൽ ഡാൻസും. അപ്പോൾ പിള്ളേർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ശാരീരിക ക്ഷമതയ്ക്ക് വരാൻ സമയമെടുക്കും. അപ്പോൾ കൂടുതലായിട്ട് ശാരീരിക ക്ഷമത വേണ്ട ആർട്ട് ഫോമാണ് അതേപോലെ മലപുലയാട്ടം എന്ന് പറയുന്നത്. മലപുലയാട്ടത്തിന് ആദ്യത്തെ 3 ദിവസമൊക്കെ കളിക്കുമ്പോൾ പിള്ളേർ കാലുമ്മ, അതായത് നമ്മൾ ഓവറായിട്ട് ചവിട്ടുമ്പോൾ പൊള്ളം, അതായത് വീർപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വെയ്യാണ്ട് ചില പിള്ളേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇവരിത് കാണുന്നതും എന്താ പറയുക കളിക്കുന്നത്. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ്. എന്തായാലും ഈ കലാരൂപം ഇന്ന് നമുക്ക് ഈ കബനി നദി വേദിയിൽ കാണാൻ സാധിക്കും. ഈ ആരോഗ്യത്തിൻ്റെ അതോടൊപ്പം തന്നെ ശാരീരിക ക്ഷമതയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ പോകേണ്ടതുണ്ട്. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് അങ്ങനെ കനകക്കുന്നിൽ രാവിലെ മുതൽ കളി തുടങ്ങി. തിരുവനന്തപുരത്തിന്റെ മുക്കിലും മൂലയിലും അങ്ങനെ 3 ദിവസമായിട്ട് കലോത്സവം ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. അതും വിവിധ പുഴകളായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് വേദി 15-ലാണ്, കബനിയിലാണ്. കബനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിന്റെ സ്വന്തം കബനി നദി. ആ കബനി നദി ഒഴുകുന്നത് പോലെയാണ് ഇപ്പോൾ ഇവിടെ ആളുകളും ഉള്ളത്. എന്തായാലും വിജയേട്ടാ ഇങ്ങോട്ടേക്കൊന്ന് വരും. അവരുടെ കളിയുടെ ഇടയിലേക്ക് നമുക്ക് കയറി അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ആളുകൾ
ആളുകൾ രാവിലെ മുതൽ തന്നെ ഉണ്ട്. സജീവമാണ് കനോക്കുന്ന്. നമുക്കറിയാം എപ്പോഴും രാവിലെ നടക്കാനിറക്കുന്ന പ്രഭാത സവാരിക്ക് ഇറങ്ങുന്ന ആളുകളുണ്ട്. ഒപ്പം ഇവിടെ വന്ന് മറ്റ് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്. ഒന്ന്, കലയോടൊപ്പം തന്നെ പ്രധാനമാണ് ആരോഗ്യം. ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്താണ് എന്നുള്ളത് അവർ തന്നെ പറയും. ഈ കലയും ആരോഗ്യം തമ്മിലുള്ള ഇഴുകിച്ചേരൽ എങ്ങനെയാണ്? ചേട്ടാ, എങ്ങനെയുണ്ട് രാവിലത്തെ ഈ കലോത്സവ വൈബും ഒപ്പം നിങ്ങളുടെ ഈ ആരോഗ്യവും രാവിലത്തെ ഈ മുടങ്ങാതെയുള്ള പ്രാക്ടീസും? കലോത്സവം തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം അടിച്ചു പൊളിക്കുകയല്ലേ. എല്ലാവരും കുട്ടികൾ 4-5 വേദികളിലായിട്ട് തകർക്കുന്നു. അതോടൊപ്പം തന്നെ രാവിലെ ഞങ്ങൾ നടക്കാൻ വരുമ്പം അവരിവിടെയുണ്ട്. അവരുടെ ഒരു മാമാങ്കം ഇത് നടക്കുന്നതിനിടയ്ക്ക് ഞങ്ങളും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നന്നായിട്ട് പോകുന്നു. അത് കലോത്സവ ഓർമ്മകൾ അങ്ങനെ പങ്കുവെക്കാറുണ്ട്? പഴയ കലോത്സവം ഇത്ര വൈബില്ലല്ലോ. ഇപ്പോഴാണ് കുട്ടികൾ അതോടൊപ്പം കൂടുതൽ സഹകരിക്കുന്നു, അവരോടൊപ്പം കൂടുതൽ നേരം പങ്കെടുക്കുന്നു. പേരൻസിന് അവരോടൊപ്പം ചെലവഴിക്കാൻ സമയം കിട്ടുന്നു. പണ്ട് അങ്ങനെ പേരൻസ് കുട്ടികളോടൊപ്പം കൂടാറില്ലായിരുന്നു. ഇന്നിപ്പോൾ കുട്ടികൾക്ക് വേണ്ടി അവർ അകമഴിഞ്ഞ് ഇറങ്ങുകയല്ലേ എല്ലാ പരിപാടികൾക്കും. താങ്ക് യു. എങ്ങനെയുണ്ട് രാവിലെ ആരോഗ്യം? ഇവിടെ മേള നടക്കാൻ പോകുന്നു, കാണാനൊക്കെ പറ്റിയോ? കലോത്സവത്തിലൊക്കെ ഇന്നും പോകും. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം അനന്തപുരിയിലേക്ക് എത്തിയ എങ്ങനെയാണ് നിങ്ങളുടെ? എന്തായാലും നന്നായി. ഇത്ര 8 വർഷത്തിന് ശേഷമല്ലേ വരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നല്ലത് തന്നെയാണ്. നല്ലൊരു പാട്ടുകാരി അവിടെ ഇരിപ്പുണ്ട്. ഇരിപ്പുണ്ട്. മംഗല കളി കേട്ടു. അപ്പൊ അവരുടെ കലാരൂപങ്ങളെ പറ്റി മനസ്സിലാക്കി. നമുക്കിനി ഒരു പാട്ടിലേക്ക് കൂടി പോയല്ലേ മനോജ്? പാട്ടുകാരി എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് തന്നെ സിനിമ സീരിയൽ താരം കൂടെയാണ്. പല സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള ലക്ഷ്മി ചേച്ചിയാണ് ഇവിടെ രാവിലെ എത്തിയിട്ടുള്ളത്. എന്തായാലും ശരി. എന്തായാലും കലോത്സവ വിശേഷങ്ങളും കാഴ്ചകളും അവസാനിക്കുന്നില്ല. അതിലേക്ക് നമുക്ക് വരണം. മറ്റ് ചില വാർത്തകൾ കൂടി നമ്മളെ തേടി എത്തുന്നുണ്ട് ഈ മണിക്കൂറിൽ. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോവേണ്ടത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രസിദ്ധമായ എരുമേലി പേട്ട തുള്ളലിനായി അമ്പലപ്പുഴ സംഘം ഇന്ന് പുറപ്പെടുമെന്നൊരു വാർത്ത അതായത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണ പിള്ളയുടെ നേതൃത്വത്തിലാണ് യാത്ര. 11-നാണ് പ്രസിദ്ധമായ പേട്ടതുള്ളൽ. ആ സംഘം പുറപ്പെടുന്നത് ഇന്നാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നുണ്ട്. നിഷ ദിലീപ് ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. നിഷ, പേട്ടതുള്ളലിനായി ആ സംഘം അവിടുന്ന് പുറപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നിഷ ദിലീപ് ഒപ്പം ചേരും. നിഷ, പേട്ടതുള്ളൽ സംഘങ്ങൾ പുറപ്പെട്ടോ? അമ്പലപ്പുഴ സംഘം പുറപ്പെട്ടോ? കൃഷ്ണരാജ്, ചരണമന്ത്രങ്ങളാൽ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ അമ്പലപ്പുഴ സംഘം എരുമേലി പേട്ടതുള്ളലിനായി പുറപ്പെടുകയാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്നും യാത്ര തിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്പലപ്പുഴ സംഘം. സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണ പിള്ളയുടെ നേതൃത്വത്തിലാണ് സംഘം പുറപ്പെടുന്നത്. മുൻ സമൂഹ പെരിയോൻ ചന്ദ്രശേഖരൻ നായർ ഈ സംഘത്തെ യാത്രയാക്കും. ഇപ്പോൾ തിടമ്പ് പൂജിച്ച് സമൂഹ പെരിയോന് ക്ഷേത്രം മേൽശാന്തി കൈമാറിയിട്ടുണ്ട്. ഇനി ഈ രഥത്തിലേക്ക് പ്രത്യേകം അലങ്കരിച്ച രഥമാണ്. ഈ രഥത്തിലാണ് സംഘം യാത്ര തിരിക്കുന്നത്. 10 ദിവസത്തെ യാത്രയാണ്.
ഈ സംഘത്തോടൊപ്പം ഈ മാളികപ്പുറങ്ങളടക്കം 35 മാളികപ്പുറങ്ങളടക്കം 250 സ്വാമിമാരായിരിക്കും സംഘത്തെ അനുഗമിക്കുക. ഇന്ന് ഇപ്പോൾ ഇവിടുന്ന് യാത്ര പുറപ്പെട്ടതിന് ശേഷം അമ്പലപ്പുഴ അമ്പലപ്പുഴ പ്രദേശത്തെ ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്തിയതിനു ശേഷം തകഴി ക്ഷേത്രത്തിൽ സംഘം വിരിവയ്ക്കും. തുടർന്ന് വീണ്ടും യാത്ര തിരിച്ച് ക്ഷേത്ര ആയിരിക്കും. 9-ാം തീയതി കൂടെയുള്ള ക്ഷേത്ര ദർശനം കഴിഞ്ഞ് 10-ാം തീയതിയാണ് എരുമേലിയിലെത്തുക. അമ്പലപ്പുഴ സംഘം എന്നത് അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ കണക്കാക്കുന്നതാണ് അമ്പലപ്പുഴ സംഘം. വളരെ ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ ഇവിടുത്തെ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും ഒക്കെ ജാതിമത ഭേദമന്യുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പേട്ട സംഘത്തെ യാത്രയാക്കാൻ. രഥത്തിലേക്ക് പ്രത്യേകം അലങ്കരിച്ച രഥത്തിലേക്ക് സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ള കൈമാറി അവിടെ ഉള്ള പ്രത്യേക പൂജകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പൂജകൾക്ക് ശേഷം കൃത്യമായ മുഹൂർത്തമുണ്ട്. 7:30 തന്നെ പ്രത്യേക പൂജകൾക്കൊക്കെ ശേഷമായിരിക്കും ഇവിടെ നിന്ന് സംഘം പുറപ്പെടുക. കരപ്പെരിയോന്മാരുടെ കാർമ്മികത്വത്തിൽ ഇരുമുടിക്കെട്ട് നിറച്ച് സ്വാമിമാർ ഇന്നലെ രാത്രി തന്നെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ഇന്നലെ അവർ ഇവിടെയാണ് വിരിവെച്ചത്. അതിനുശേഷം ഇന്ന് രാവിലെ അമ്പലത്തിൽ ചുറ്റുവിളക്കുകളൊക്കെ തെളിയിച്ച് അതിനുശേഷമാണ് 10 നാൾ നീളുന്ന യാത്ര ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. സ്വർണ്ണത്തിടം പേറ്റിയ രഥത്തിന് പിന്നാലെ ഇരുമുടിക്കെട്ടേന്തിയ സ്വാമി ഭക്തർ നടന്നു നീങ്ങും. അങ്ങനെയാണ് സാധാരണ അമ്പലപ്പുഴ സംഘം എരുമേലി പേട്ടതുള്ളലിനായി പുറപ്പെടുന്നത്. മുൻ സമൂഹ പെരിയോനും സംഘം രക്ഷാധികാരിയുമായ കളത്തിൽ ചന്ദ്രശേഖരൻ നായർ സംഘത്തെ യാത്രയാക്കും. ആ ചടങ്ങുകളാണ് ഇനി ഇവിടെ നടക്കുക. അതിനുശേഷം ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിന് വിധേയമായി 250 സ്വാമിമാർ ഈ സംഘത്തിനൊപ്പം ചേരും. ഇതിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം വിശ്രമിച്ച് 2ാം ദിനം ഈ പോകുന്ന വഴിയുള്ള അമ്പലങ്ങളൊക്കെ സന്ദർശിച്ച ശേഷമായിരിക്കും 9-ാം തീയതി മലക്കാവിൽ എത്തി ആഴിപൂജ നടത്തും. അതിനുശേഷം 10-ന് എരുമേലിയിലെത്തും. 10-ാം തീയതി വൈകിട്ട് എരുമേലിയിൽ വാവരുപള്ളിയിൽ സമൂഹ പെരിയോന്റെ അധ്യക്ഷതയിൽ ചടങ്ങുകൾ നടക്കും. അതിനുശേഷമായിരിക്കും 11-ാം തീയതി പേട്ടതുള്ളൽ. ഇപ്പോൾ ഈ സംഘം ഇവിടുന്ന് പുറപ്പെടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. അതിനായി സമൂഹ പെരിയോൻ പ്രത്യേകം തിടമ്പ് ഏറ്റുവാങ്ങി ദക്ഷിണ ഒക്കെ വാങ്ങി ഈ രഥത്തിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. അമ്പലപ്പുഴ സംഘം എന്ന് പറയുന്നത് അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായിട്ടുള്ള ആളുകളാണ്. ഈ മണ്ഡലകാലം തുടങ്ങുന്ന സമയത്ത് തന്നെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ആരംഭിക്കും. ഈ പേട്ടതുള്ളലിനായി ഉള്ള സ്വാമിമാർ അതിനായി വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കും. 250 പേർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാളികപ്പുറങ്ങളടക്കം 250 പേരാണ് ഈ രഥത്തെ അനുഗമിക്കുന്നത്. പേട്ടതുള്ളൽ 11-നാണ് നടക്കുന്നത്. 12 മണിയോടുകൂടി ആയിരിക്കും എരുമേലിയിൽ പേട്ടതുള്ളൽ ആരംഭിക്കുക. 12 മണിയോടുകൂടി ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ശ്രീകൃഷ്ണ പരതിനെ ദർശിക്കുന്നതോടുകൂടിയാണ് തിടമ്പ് പൂജിച്ച് ആനപ്പുറത്ത് കയറ്റി പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. പേട്ടതുള്ളലിൽ പങ്കെടുക്കുന്നവരെയും ദർശിക്കുന്നവരെയും ഒക്കെ അനുഗ്രഹിക്കാൻ ഭഗവാൻ ഗരുഡാരൂഢനായി അവിടെ എത്തുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ പരന്ത് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന സമയത്ത് പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. സമൂഹ പെരിയോന്റെ നേതൃത്വത്തിൽ ഇവിടെ അന്നദാനമൊക്കെ നടത്തി പേട്ടതുള്ളലിനായി പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ അമ്പലപ്പുഴ സംഘമുള്ളത്. ഇന്ന് അമ്പലപ്പുഴയിലെ പ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങളൊക്കെ ദർശിച്ച ശേഷം അമ്പലപ്പുഴ ക്ഷേത്രത്തെ വലം വയ്ക്കുന്ന രീതിയിലുള്ള ദർശനമാണ് ഇന്ന് നടക്കുന്നത്. അമ്പലപ്പുഴയിൽ നിന്ന് നേരെ ഇപ്പോൾ മല്ലശ്ശേരി ക്ഷേത്രത്തിലേക്ക് പോകും. അതിനുശേഷം ഇന്ന് ഈ ക്ഷേത്രത്തിന് സമീപം തന്നെയുള്ള തകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഇന്ന് ഇപ്പോൾ ഈ സംഘം വീടുവെക്കുന്നത്. അതിനുശേഷം പിന്നീട് പോകുന്ന വഴിയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി ഓരോ ക്ഷേത്രങ്ങളിൽ വിരിവെച്ച് പുറപ്പെടുന്ന ഒരു രീതിയാണ് അമ്പലപ്പുഴ സംഘത്തിനുള്ളത്. 10 ദിവസത്തെ യാത്ര. 10 ദിവസത്തെ യാത്രയിൽ ശബരിമല ദർശനം അടക്കം പൂർത്തിയാക്കിയിട്ടായിരിക്കും
സംഘം എത്തുന്നത്. 10 മണി മണിമലക്കാവിലെ ആഴിപൂജയ്ക്ക് ശേഷം 10-ാം തീയതി സംഘം എരുമേലിയിലെത്തും. 11-നാണ് പേട്ടതുള്ളൽ നടക്കുക. ആഴിപൂജയ്ക്കൊക്കെ ശേഷം 13-ാം തീയതി, അതായത് മകരവിളക്കിന് തൊട്ട് മുൻപുള്ള ദിവസം പമ്പാ സദ്യയും പമ്പാവിളക്കും ഒക്കെ നടത്തിയാണ് സംഘം മല കയറുന്നത്. ഈ അമ്പലപ്പുഴ സംഘത്തെ മരക്കൂട്ടത്ത് വെച്ച് ദേവസ്വവും പോലീസ് ഭാരവാഹികളും ഒക്കെ ചേർന്ന് പ്രത്യേക വഴിയിലൂടെ ദർശനത്തിന് ആനയിക്കും. മകരവിളക്ക് ദിവസമായ 14-ന് രാവിലെ നെയ്യഭിഷേകവും അത്താഴ പൂജയും ഒപ്പം തന്നെ അമ്പലപ്പുഴക്കാരുടെ മഹാനിവേദ്യവും നടക്കും. അതൊക്കെയാണ് ഇവിടുന്ന് പോകുന്ന സംഘത്തിന്റെ ചടങ്ങുകൾ. അമ്പലപ്പുഴയിൽ നിന്നും സ്വാമിമാർ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്ന എള്ള്, ശർക്കര, നെയ്യ്, തേൻ, കൽക്കണ്ടം, മുന്തിരി എന്നിവയൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന എള്ള് പായസമാണ് ഭഗവാന് നേദിക്കുന്നത്. മകരവിളക്ക് ദർശനത്തിന് ശേഷം അമ്പലപ്പുഴക്കാരുടെ കർപ്പൂരാഴി പൂജ നടക്കും. അങ്ങനെയാണ് ഈ അമ്പലപ്പുഴ സംഘത്തിലെ ചടങ്ങുകൾ. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അമ്പലപ്പുഴ സംഘം ഇവിടെ നിന്ന് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. ഇപ്പോൾ നമുക്കിപ്പം സമൂഹ പെരിയോൻ N. ഗോപാലകൃഷ്ണപിള്ള ചേരുകയാണ്. എങ്ങനെയാണ് ഈ ചടങ്ങുകളൊക്കെ? ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ട് അമ്പലപ്പുഴ പ്രദേശത്തെ ക്ഷേത്രങ്ങൾ ചുറ്റി സഞ്ചരിച്ചായിരുന്നല്ലോ ആദ്യത്തെ ദിവസം. ആദ്യത്തെ 51 ദിവസത്തെ വ്രതാനുഷ്ഠാനം കഴിഞ്ഞെന്ന് ശബരിമല യാത്ര പുറപ്പെടുകയാണ് അമ്പലപ്പുഴ യോഗം പേട്ട സംഘം. ഇന്ന് ഇവിടെ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞാൽ അമ്പലപ്പുഴയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള അയ്യങ്കോയിക്കൽ, വായക്കുളങ്ങര, പള്ളിക്കാവ്, കാക്കാഴം, നീർക്കുന്നം തുടങ്ങിയ ക്ഷേത്രങ്ങളെ സന്ദർശിച്ച് തിരികെ ഇരട്ടക്കുളങ്ങര, മല്ലശ്ശേരിയിലാണ് ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം. മല്ലശ്ശേരി ക്ഷേത്രത്തിലാണ് ഉച്ചഭക്ഷണം. അവിടെ നിന്ന് തിരിച്ച് ഇവിടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിന് മുന്നിലെത്തി ഇവിടുന്ന് അഖിലപര ദേവസ്വത്തിൻ്റെ കിഴക്കേമുറി ശാഖയിലെ അമ്പലം, അത് കഴിഞ്ഞ് കിഴക്കോട്ട് പോയിട്ട് അവിടെ തകഴിയിലാണ് ഇന്നത്തെ ക്യാമ്പ്. തകഴി ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി തകഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. അവിടെ വിശ്രമിക്കുമെന്ന്. നാളെ രാവിലെ തകഴിയിൽ നിന്നും ഈ രഥയാത്ര ആരംഭിച്ച് ചക്കുളത്തുകാവ്, തിരുവല്ലവ ക്ഷേത്രം, ആനപ്രമ്പാൽ ക്ഷേത്രത്തിലാണ് ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം. അങ്ങനെ യാത്ര തിരിച്ച് കാവുംഭാഗം, തിരുവല്ലവ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് അവിടെ നിന്ന് ഞങ്ങൾ കവിയൂർ ക്ഷേത്രത്തിൽ ക്യാമ്പ് ചെയ്യും. കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇന്നത്തെ ക്യാമ്പ്. അടുത്ത ദിവസം അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടാൽ ആനിക്കാട്, മല്ലപ്പള്ളി, കീഴ്വായ്പൂര്, വായ്പൂര്, കോട്ടാങ്ങൽ തുടങ്ങിയ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് ഇന്ന് കോട്ടാങ്ങലാണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണം. കോട്ടാങ്ങൽ ക്ഷേത്രത്തിലാണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണം. അവിടെ തിരിച്ച് മണിമല ക്ഷേത്രത്തിൽ ഏതാണ്ട് ഒരു 7 മണിയോടുകൂടി മണിമല ക്ഷേത്രത്തിൽ എത്തിച്ചേരും. മണിമല ക്ഷേത്രത്തിൽ അവിടെയാണ് വിശ്രമം. അവിടുത്തെ പൗരാവലി താലപ്പൊലിയോടുകൂടി ഈ സംഘത്തെ സ്വീകരിക്കുകയും അവിടെ ഞങ്ങളുടെ വിശ്രമം അന്ന് രാത്രി അവിടെ തങ്ങിയിട്ട് അടുത്ത ദിവസം രാവിലെയാണ് ഞങ്ങളുടെ മണിമല ആഴി പൂജ. ഞങ്ങളുടെ ആചാരപരമായ ചടങ്ങുകൾ ആരംഭിക്കുന്നത് മണിമല ആഴി പൂജയോടുകൂടിയാണ്. അവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ഞങ്ങൾ തയ്യാറാക്കുന്ന ഈ ഔഷധക്കൂട്ടോട് അടങ്ങിയ പ്രസാദ വിതരണം നടക്കും. അതിനുശേഷം അടുത്ത ദിവസം എരുമേലിയിലേക്ക് പോകും. ഏതാണ്ട് ഉച്ചയോടുകൂടി എരുമേലി ക്ഷേത്രത്തിൽ എത്തി അവിടെ നിന്ന് വാവൂരുപള്ളിയിൽ പോയിട്ട് വാവരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങളുടെ വിരിയിലേക്ക് അന്ന് വിശ്രമിക്കും. അടുത്ത ദിവസമാണ് ചരിത്രപ്രസിദ്ധമായ എരുമേലിപ്പേട്ട 11-ാം തീയതി, ജനുവരി 11-ാം തീയതി, ധനുമാസം 27. അന്ന് ഉച്ചയ്ക്ക് രാവിലെ വിരിയിൽ വേട്ടപ്പണം സ്വീകരിക്കും. അതിനുശേഷം 12 മണിയോടുകൂടി വിഷ്ണു സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കോട്ടപ്പടി അമ്പലത്തിന് മുകളിൽ ഗരുഡവാഹനം പ്രത്യക്ഷമാകുന്നതോടുകൂടി ചരിത്രപ്രസിദ്ധമായ അമ്പലപ്പുഴക്കാരുടെ പേട്ടതോളന് സമാരംഭമാകും. അവിടെ നിന്ന് കോട്ടപ്പടി അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി വാവൂരുപള്ളിയിലെത്തുകയും വാവരുടെ പ്രതിനിധിയുമായിട്ട് എരുമേലി ടൗണിൽ കൂടെ നമ്മൾ വലിയ അമ്പലത്തിലേക്ക് പ്രയാണം ആരംഭിക്കും. ഈ വഴിയിലുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ പ്രത്യേക സ്ഥാപനങ്ങൾ, KSRTC, ഇലക്ട്രിസിറ്റി ബോർഡ്, കോപ്പറേറ്റീവ് ബാങ്ക്, അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും ഈ ഘോഷയാത്രയ്ക്ക് ഈ പേട്ടതോളിന് ഭക്തിനിർഭരമായ സ്വീകരണങ്ങളാണ് നൽകി വരുന്നത്. അതിവർഷവും അതുപോലെ തന്നെ തുടരും. ഇവിടുത്തെ പൗരാവലി മുഴുവൻ ഒരു ജനലക്ഷങ്ങളോടുകൂടിയ ഒരു പൗരാവലിയാണ് ഇതിനെ സ്വീകരിക്കാനായിട്ട് എരുമേലിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ ആ പേട്ടതോൾ ചടങ്ങ് വലിയമ്പലത്തിൽ എത്തിച്ചേരുമ്പോൾ
വലിയമ്പലത്തിലെ കൊടിയണത്തിന് മുമ്പിൽ അവിടെ ക്ഷേത്രം മേൽശാന്തി ഞങ്ങളെ പ്രസാദം നൽകി, തീർത്ഥവും പ്രസാദവും നൽകി സ്വീകരിക്കും. ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ബാബരുടെ പ്രതിനിധിക്കും ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് ക്ഷേത്രത്തിലെ തന്ത്രി ഈ പ്രസാദമെല്ലാം നൽകി സ്വീകരിക്കുകയും ദേവസ്വം ബോർഡിൻ്റെ അധികൃതർ ഈ സംഘത്തെ അങ്ങേയറ്റം ആദരവോടുകൂടി സ്വീകരിച്ച് മാലയണിയിച്ച് സ്വീകരിക്കും. ഇവിടുത്തെ അമ്പലപ്പുഴയിൽ നിന്നുള്ള ഇന്നത്തെ ചടങ്ങുകൾ പൂർത്തിയായി രഥഘോഷയാത്ര ആരംഭിക്കുകയാണ്. ഇനി ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ നാടകശാലയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇരുമുടി കെട്ടെടുത്ത് യാത്ര ആരംഭിക്കും. എല്ലാവരും കൂടെ അങ്ങോട്ട് പോയിട്ട് ഒരു സമയയുടെ നേതൃത്വത്തിൽ അത് രഥത്തിലോട്ട് ഇരുമുടിക്കെട്ട് കയറ്റി ബാക്കിയുള്ള ഇരുമുടിക്കെട്ടുകൾ കൂടെയുള്ള അകമ്പടി വാഹനങ്ങളിലും ആയിട്ട് ഞങ്ങൾ പ്രയാണം ആരംഭിക്കും. ഇങ്ങനെയാണ് ഇന്നത്തെ യാത്ര തുടരുന്നത്. കൃഷ്ണരാജ്, സമൂഹപര്യൻ പറഞ്ഞതുപോലെ ഇനി ഇരുമുടിക്കെട്ട് ഏന്തി ഇന്നലെ തന്നെ ഇവിടെ അമ്പലപ്പുഴയിൽ എത്തിയ സ്വാമിമാർ ഇന്നലെ രാത്രി ഇവിടെയായിരുന്നു വിരിവെച്ചത്. ഇനി അതായത് രഥം പുറപ്പെടുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇവിടുത്തെ പൂജകളെല്ലാം കഴിഞ്ഞു. ഇനി ഇരുമുടിക്കെട്ട് ഏന്തിയ സ്വാമിമാർ അതുമായി ഈ രഥഘോഷയാത്രയെ അനുഗമിക്കും. അതോടുകൂടിയായിരിക്കും ഇത്തവണത്തെ പേട്ടതുള്ളലിനായി, എരുമേലി പേട്ടതുള്ളലിനായി അമ്പലപ്പുഴ സംഘം ഇവിടെ നിന്ന് പുറപ്പെടുക. ശരി, നമ്മൾ നേരത്തെ നിഷാദ് ലീവിനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. നിഷാദ് കേട്ടില്ല എന്ന് തോന്നുന്നു. അതായത് അമ്പലപ്പുഴ സംഘം പുറപ്പെടാൻ ഒരുങ്ങുന്നു. ഈ പേട്ടതുള്ളലിന് പിന്നിലെ ഐതിഹ്യം അതായിരുന്നു നേരത്തെ ദേവിക ചോദിച്ചത്. നിഷ കേൾക്കാമെങ്കിൽ അമ്പലപ്പുഴ സംഘം പുറപ്പെടാൻ ഒരുങ്ങുന്നു. ഇരുമുടിക്കെട്ടേന്തിയ അയ്യപ്പന്മാർ അതിനെ അനുഗമിക്കും. നമ്മൾ ഒരുപാട് കഥകൾ പേട്ടതുള്ളലിന് പിന്നിൽ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ ഒരു ഐതിഹ്യം ഇതിന് പിന്നിലുണ്ട്. മാത്രവുമല്ല ഒരു ചരിത്രവും കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ അമ്പലപ്പുഴ സംഘത്തെ കൂടി കൂടുതലായി പ്രേക്ഷകർക്ക് അറിയാനൊരു താല്പര്യവും കൂടി ഉണ്ടാവും. നിഷ, ദേവിക, അമ്പലപ്പുഴ സംഘം അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രസിദ്ധമാണ് ഇവിടെ നിന്നുള്ള സംഘം എരുമേലിയിലേക്ക് യാത്ര തിരിക്കുന്നത്. പന്തളം രാജാവിന്റെ മാതൃസ്ഥാനീയരായി കണക്കാക്കുന്നവരാണ് അമ്പലപ്പുഴ സംഘം. ദേവിക ചോദിച്ചതുപോലെ തന്നെ അമ്പലപ്പുഴ സംഘം എരുമേലിയിൽ പേട്ടതുള്ളലിനായി പോകുന്നതിന് ഐതിഹ്യമുണ്ട്. എന്താണ് ഈ ഒരു അമ്പലപ്പുഴ സംഘവും പന്തളവുമായുള്ള ബന്ധം എങ്ങനെയാണ്? അമ്പലപ്പുഴ സംഘവും പന്തളവുമായുള്ള ബന്ധം പഴയ ചെമ്പകശ്ശേരി രാജ്യം പന്തളം രാജാവുമായിട്ടും വളരെ മൈത്രി ബന്ധത്തിലായിരുന്നു. ശബരിമല ക്ഷേത്ര നിർമ്മാണ സമയത്ത് തന്നെ അമ്പലപ്പുഴക്കാരാണ് പന്തളത്തിൽ നിന്ന് അയച്ച അയ്യപ്പൻ, പന്തളത്തിൽ നിന്ന് അയച്ച ശരം കണ്ടെത്തിയതും ക്ഷേത്ര നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചതും അമ്പലപ്പുഴ ദേശക്കാരാണ്. അന്നു മുതൽ തന്നെ അമ്പലപ്പുഴ ദേശക്കാരുടെ ശബരിമല തീർത്ഥാടനത്തിന് പ്രത്യേകതകൾ പന്തളം രാജാവ് കൽപ്പിച്ചു നൽകുകയും അണുവിട തെറ്റാതെ ആചാരപരമായി ഇന്നും ആ ആചാരങ്ങൾ തുടർന്നു വരികയും ചെയ്യുന്നു. അമ്പലപ്പുഴ രാജാവ് എന്ന് പറയുന്നത് പന്തളം കൊട്ടാരത്തിന്റെ മാതൃസ്ഥാനീയരായാണല്ലോ അമ്പലപ്പുഴ സംഘം അറിയപ്പെടുന്നത്. അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായിട്ടാണ് അമ്പലപ്പുഴ ദേശം അറിയപ്പെടുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് മോഹിനി വേഷം പൂണ്ട വിഷ്ണു ചൈതന്യം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായിട്ട് അമ്പലപ്പുഴ ദേശം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ്, അതായത് ചരിത്ര പ്രസിദ്ധമായി പേട്ടതുള്ളലിനായി വർഷങ്ങളായിട്ട് തന്നെ അമ്പലപ്പുഴയിൽ നിന്ന് പോകാറുള്ളതാണ്. ഇതിനായി വ്രതങ്ങളൊക്കെ, അതായത് മണ്ഡലകാലം മുഴുവൻ വ്രതം അനുഷ്ഠിച്ച് ഏതാണ്ട് 250ഓളം സ്വാമിമാരാണ് ഇപ്പോൾ ഈ രഥഘോഷയാത്രയെ അനുഗമിക്കുന്നത്, അല്ലേ? അതെ, സാധാരണഗതിയിൽ 41 ദിവസത്തെ വ്രതമാണെങ്കിലും അമ്പലപ്പുഴ ദേശക്കാര് 50 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് യാത്ര തുടങ്ങുന്നത്. 10 ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ചത്. അങ്ങനെ മൊത്തം 61 ദിവസമാണ് അമ്പലപ്പുഴയുടെ വ്രതാനുഷ്ഠാനം. അതിന് ആ സമയത്ത് തന്നെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ 50 ദിവസത്തെ അന്നദാനം, 3 നേരവും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് അന്നദാനവും അതോടൊപ്പം തന്നെ അമ്പലപ്പുഴയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ആയിട്ട് ഏകദേശം ഈ വർഷം 19 ആഴിപൂജകളും നടത്തിയതിനു ശേഷമാണ് ഈ വർഷത്തെ യാത്രയ്ക്ക് ആരംഭം കുറിക്കുന്നത്. മാത്രമല്ല ഈ പുറക്കാട് ഭാഗവുമായും അയ്യപ്പന് ബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പുറക്കാട് ഭാഗത്ത് വെച്ചാണ് വാവരെ അയ്യപ്പൻ പരാജയപ്പെടുത്തിയതെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. അമ്പ് കണ്ടുപിടിക്കാനായി വാവരടക്കം ഇവിടെ വരികയും അന്നാണ് വാവരുമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്.
വാവരുമായിട്ട് വാവര് വരികയും അയ്യപ്പൻ അന്ന് നിർദ്ദേശപ്രകാരം വാവര് നേരത്തെ എരുമേലിക്ക് പോവുകയും അന്ന് അവിടെ എരുമേലിയിൽ 2 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് അന്ന് താഴത്തു വീടെന്ന് പറയുന്ന കുടുംബത്തിൽ വാവര് അവിടെ ചെല്ലാൻ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് പോയി എന്നുമാണ് പറയപ്പെടുന്നത്. മാത്രമല്ല അയ്യപ്പൻ അഭ്യസിച്ച കളരി പോലും ഇവിടെ ആലപ്പുഴയിലുള്ളതാണ്. എങ്ങനെ? അയ്യപ്പൻ അഭ്യസിച്ച കളരി. അയ്യപ്പൻ അഭ്യസിച്ച കളരി മുഹമ്മദ് ചീരപ്പഞ്ചിലെ കളരിയിൽ അയ്യപ്പൻ അഭ്യസിച്ച പൂഴിക്കടകൻ അവിടെയാണ് അഭ്യസിച്ചതെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ എത്ര ക്ഷേത്രങ്ങൾ, ഏകദേശം എത്ര ക്ഷേത്രങ്ങൾ ചുറ്റി സഞ്ചരിച്ചായിരിക്കും ഈ രഥഘോഷയാത്ര എരുമേലിയിൽ എത്തുന്നത്? 100 ക്ഷേത്രങ്ങളിൽ സന്ദർശനത്തിന് ക്ഷേത്രമാണ് രഥയാത്ര എരുമേലിയിൽ എത്തിച്ചേരുന്നത്. പ്രത്യേക മുഹൂർത്തം ഉണ്ടല്ലോ അല്ലേ? എന്തോ പ്രത്യേക മുഹൂർത്തമുണ്ടല്ലോ ഇവിടെ നിന്ന് രഥം പുറപ്പെടും. യാത്ര പോകുന്നതനുസരിച്ച് ഓരോ ഇപ്പം ആദ്യത്തെ ദിവസം തകഴി ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ വിശ്രമിക്കും. 2ാമത്തെ ദിവസം കവിയൂർ ക്ഷേത്രത്തിൽ വിശ്രമിക്കും. 3ാമത്തെ ദിവസം മണിമല ക്ഷേത്രം, അവിടെ ആഴിപൂജയുണ്ട്. അതിനുശേഷമാണ് എരുമേലിയിലേക്ക് യാത്ര നീങ്ങുന്നത്. കൃഷ്ണരാജ്, അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായി കണക്കാക്കുന്നതാണ് അമ്പലപ്പുഴ സംഘം. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലകാലത്തിന് മുന്നോടിയായി തന്നെ ഇവിടെ വ്രതം ഒക്കെ ആരംഭിക്കും. ഞാൻ പറഞ്ഞതുപോലെ മാളികപ്പുറങ്ങളടക്കം 250ഓളം സ്വാമിമാരായിരിക്കും ഈ രഥഘോഷയാത്രയെ അനുഗമിക്കുക. അമ്പലപ്പുഴ ക്ഷേത്രത്തിന് ചുറ്റുപാടുമുള്ള അമ്പലങ്ങളിലൊക്കെ ഇന്ന് ദർശനം നടത്തും. അതിനുശേഷം 100ഓളം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയായിരിക്കും അമ്പലപ്പുഴ സംഘം എരുമേലിയിലെത്തുക. എരുമേലിയിൽ പേട്ടതുള്ളലൊക്കെ കഴിഞ്ഞ് പിന്നീട് ശബരിമല ദർശനവും നടത്തിയായിരിക്കും അമ്പലപ്പുഴ സംഘം മടങ്ങുന്നത്. എന്തായാലും അമ്പലപ്പുഴ സംഘം ഇവിടെ നിന്നും യാത്ര തിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഭഗവാന്റെ തിടമ്പേറ്റിയ പ്രത്യേകം അലങ്കരിച്ച രഥത്തിൽ സമൂഹ പെരിയോന്റെ നേതൃത്വത്തിൽ സ്വാമിമാർ ഈ രഥത്തെ അനുഗമിച്ച് എരുമേലിയിലേക്ക് യാത്ര തിരിക്കും. കൃഷ്ണരാജ്. അത് തന്നെയാണ് കൃഷ്ണരാജ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ കൃത്യമായി നമ്മൾ പറയേണ്ടത് പേട്ടതുള്ളലിന് ഒരു ചരിത്രമുണ്ട്. അതിന് പിന്നിൽ കൃത്യമായ ഒരു ആചാര അനുഷ്ഠാനം കൂടിയുണ്ട് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. ഈ ശരിക്കും പേട്ടതുള്ളുക എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ അഹന്ത അത് അടിയറവ് വെക്കുകയാണ് അയ്യപ്പന് മുന്നിൽ. അതാണ് അതിന്റെ പ്രധാനമായ കാര്യം. അതാണ് പേട്ടതുള്ളലിന് പിന്നിലെ ഒരു ഒറ്റവാചകത്തിൽ പറയാവുന്ന കാര്യം. അതാണ് ഒരു ഭക്തൻ, ഒരു അയ്യപ്പൻ സ്വന്തം അഹന്തയെ അയ്യപ്പന് മുന്നിൽ അടിയറ വെക്കുന്ന, ഭഗവാന് മുന്നിൽ അടിയറ വയ്ക്കുന്നു എന്നൊരു സങ്കല്പത്തോടെ കഴിഞ്ഞ് കന്യയ്യപ്പന്മാർ ശബരിമലയിലേക്ക് അനുവാദം വാങ്ങി പോകുന്നു. നിഷ, അതല്ലേ ശരി? അങ്ങനെ തന്നെയാണ്. പേട്ടതുള്ളലിന് പിന്നിലെ ഐതിഹ്യം അത് തന്നെയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് മുൻ സമൂഹ പെരിയോനാണ്. മുൻ സമൂഹ പെരിയോൻ അല്പസമയത്തിനകം തന്നെ ഈ സ്വാമിമാരെ യാത്രയാക്കും. നേരത്തെ നമ്മളോട് സംസാരിച്ച ഇപ്പോഴത്തെ സമൂഹ പെരിയോൻ പറഞ്ഞതുപോലെ ഇപ്പോൾ സ്വാമിമാരെല്ലാം നാടകശാലയിലേക്ക് ഇവരുടെ കെട്ടുകൾ, ഇരുമുടി കെട്ടുകൾ എടുക്കാനായി പോയിരിക്കുകയാണ്. ഇരുമുടി കെട്ടുകളുമായി അമ്പലം വലം വെച്ച് ഇവിടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും രഥഘോഷയാത്ര ഇവിടെ നിന്ന് പുറപ്പെടുക. ഏതാണ്ട് അല്പസമയം കൂടി അതിന് കാത്തിരിക്കണം. ഇരുമുടിക്കെട്ടുമായി ഇന്നലെ തന്നെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എത്തി സ്വാമിമാർ ഇന്നലെ ഇവിടെയാണ് വിരിവെച്ചത്. പിന്നീട് ഇന്ന് രാവിലെ ചുറ്റമ്പലത്തിൽ വിളക്കുകൾ തെളിയിച്ച് അമ്പലത്തിലെ രാവിലത്തെ ശിവേലി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഈ തിടമ്പ് പൂജിക്കുന്ന ചടങ്ങുകളടക്കം തുടങ്ങിയത്. തിടമ്പ് പൂജിച്ച് സമൂഹ പെരിയോന് കൈമാറി ഇപ്പോൾ ഈ പ്രത്യേകം തയ്യാറാക്കി അലങ്കരിച്ച രഥത്തിൽ ഭഗവാന്റെ തിടമ്പ് ഏറ്റിക്കഴിഞ്ഞു. ഇനി സ്വാമിമാർ ഇരുമുടിക്കെട്ടുമായി അമ്പലം വലം വെച്ച് ഇവിടേക്കെത്തും. അതിനുശേഷം ഈ രഥത്തെ അനുഗമിക്കാനുള്ള ആളുകളെല്ലാവരും ചേർന്ന് രഥത്തിന് പിന്നിൽ നടന്നു നീങ്ങും. ഇവിടുത്തെ ജാതിമത ഭേദമന്യേ അമ്പലപ്പുഴക്കാർ എല്ലാവരും തന്നെ ഈ ചടങ്ങിന് പങ്കെടുക്കുക എന്നതാണ് ഈ ചടങ്ങിൻ്റെ ഒരു വലിയ പ്രത്യേകത. അതിനുശേഷം ഇവിടുത്തെ ജനപ്രതിനിധികളടക്കം സാധാരണ ഇവിടെ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് അയ്യപ്പന് മുന്നിൽ അഹന്തയെ അടിയറവ് വയ്ക്കുന്ന ഭക്തർ, അതിനുശേഷം അയ്യപ്പന്റെ തന്നെ അനുവാദം വാങ്ങി മുങ്ങി നിവർന്ന് ശബരിമലയിലേക്കുള്ള യാത്ര. ഇപ്പോൾ പേട്ടതുള്ളൽ എത്ര മണിക്ക് തുടങ്ങുമെന്നാണ്?
സ്വാമിമാർ എല്ലാവരും, അതായത് ഈ രഥത്തെ അനുഗമിക്കുന്ന പേട്ടതുള്ളലിനായി ഇവിടെ തിടമ്പേറ്റിയ ഈ രഥമുണ്ട്, പ്രത്യേകം അലങ്കരിച്ച രഥം. ആ രഥത്തെ അനുഗമിക്കുന്ന സ്വാമിമാർ എല്ലാവരും തന്നെ ഇരുമുടിക്കെട്ടുകൾ ഏന്തിയുള്ള യാത്ര ഇപ്പോൾ പുറപ്പെടും. ഈ ഇരുമുടിക്കെട്ടുകൾ ഇന്നലെ രാത്രി ഇവിടെ വന്ന് വിരിവെച്ച സ്വാമിമാരുടെ ഇരുമുടിക്കെട്ടുകൾ അമ്പലപ്പുഴയിലെ നാടകശാലയിലാണ്. ഈ നാടകശാലയിൽ നിന്നും ഇരുമുടിക്കെട്ടേന്തി സ്വാമിമാർ അമ്പലം വലം വെച്ച് ആയിരിക്കും ഇങ്ങോട്ടേക്ക് എത്തുക. അതിനായി അവർ ആ ഇരുമുടിക്കെട്ടുകൾ ഏന്താൻ പോയിരിക്കുകയാണ്. ഇവിടുത്തെ പൂജകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇരുമുടിക്കെട്ടുകളുമായി ക്ഷേത്രം വലം വെച്ച് എത്താൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ഇരുമുടിക്കെട്ടുകളുമേന്തി ക്ഷേത്രം വലം വെച്ച് ഈ രഥത്തെ അനുഗമിക്കുന്ന സ്വാമിമാർ എല്ലാവരും തന്നെ ഇവിടെ എത്തും. അതിനുശേഷമായിരിക്കും സംഘം യാത്ര തിരിക്കുക. ആചാരാനുഷ്ഠാനപരമായി അല്ലെങ്കിൽ വളരെ വലിയ ഒരു വിശ്വാസത്തിൻ്റെ ഒക്കെ ഒരു പ്രതീകമാണ് ഈ അമ്പലപ്പുഴ പേട്ടതുള്ളൽ. അതിനായി എരുമേലിയിലെ പേട്ടതുള്ളലിനായി വിവിധ സംഘങ്ങൾ, ആലങ്ങാട് സംഘമടക്കം പുറപ്പെടും. അതുപോലെ തന്നെയാണ് അമ്പലപ്പുഴയിൽ നിന്നും ഈ സംഘം പുറപ്പെടുക. അധർമ്മത്തിനും അനീതിക്കും അക്രമത്തിനുമൊക്കെ എതിരെ ഉയർന്ന ജനശക്തിയുടെ ഒരു വിശ്വരൂപമാണ് എരുമേലി പേട്ടതുള്ളൽ. മഹിഷിയെ നിഗ്രഹിച്ച് ധർമ്മ സംസ്ഥാപനം നടത്തിയ അതിൻ്റെ ഒരു ഓർമ്മ കൂടിയാണ് എരുമേലി പേട്ടതുള്ളൽ. എന്തായാലും ജാതിമത ഭേദമന്യേ അമ്പലപ്പുഴയിലെ ആളുകൾ എരുമേലി പേട്ടതുള്ളലിനായി അമ്പലപ്പുഴ സംഘം പുറപ്പെടുമ്പോൾ സംഘത്തെ യാത്രയാക്കാൻ ഇവിടെ എത്താറുണ്ട്. അതിന് മുന്നോടിയായി ഇവിടെ ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ രാവിലത്തെ ശിവേലിയൊക്കെ പൂർത്തിയായതിനു ശേഷം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വെച്ചാണ് തിടമ്പ് പൂജിക്കുന്നത്. സ്വർണ്ണത്തിടമ്പ് പൂജിച്ച് സമൂഹ പെരിയോന് ക്ഷേത്രം മേൽശാന്തി കൈമാറും. ഈ തിടമ്പ് പ്രത്യേകം അലങ്കരിച്ച രഥത്തിൽ ഏറ്റി അവിടെ പൂജകളുണ്ട്. ആ പൂജകളൊക്കെ, ആദ്യത്തെ പൂജകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം അമ്പലപ്പുഴയിലെ നാടകശാലയിലേക്ക് സ്വാമിമാർ തങ്ങളുടെ ഇരുമുടിക്കെട്ട് ഇന്നലെ രാത്രിയോടുകൂടി എല്ലാവരും തന്നെ, അതായത് രഥഘോഷയാത്രയെ അനുഗമിക്കാനുള്ള സ്വാമിമാർ എല്ലാവരും ഇന്നലെ രാത്രി തന്നെ നാടകശാലയിൽ വിരിവെക്കുന്ന സമയത്ത് ഇരുമുടിക്കെട്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഇരുമുടിക്കെട്ട് എടുത്ത് ക്ഷേത്രത്തിൽ തൊഴുത് വലം വെച്ച് അല്പസമയത്തിനകം തന്നെ ഈ രഥത്തിന് സമീപത്തേക്ക് എത്തും. അതിനുശേഷം സമൂഹ പെരിയോന്റെ നേതൃത്വത്തിൽ വീണ്ടും പ്രത്യേകം അലങ്കരിച്ച തിടമ്പേറ്റിയ രഥത്തിൽ പൂജകൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും രഥം ഇവിടെ നിന്ന് പുറപ്പെടുക. രഥത്തെ 250-ലധികം സ്വാമിമാർ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി കഴിഞ്ഞ ഏതാണ്ട് 55 ദിവസത്തോളം വ്രതമനുഷ്ഠിച്ച സ്വാമിമാർ ഈ രഥഘോഷയാത്രയെ പിന്തുടർന്ന് അനുഗമിച്ച് നടന്നു നീങ്ങും. ആദ്യം അമ്പലപ്പുഴ പ്രദേശത്തെ ക്ഷേത്രങ്ങളിലൊക്കെ ആയിരിക്കും രഥഘോഷയാത്ര ദർശനം നടത്തുക. അതിനുശേഷം ഇന്ന് തകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, ഈ അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം തന്നെയാണ്, ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇന്ന് അവിടെ വിരിവയ്ക്കും. അതിനുശേഷം ഈ പോകുന്ന വഴിയിലൂടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയതിനു ശേഷമായിരിക്കും മണിമല ആഴിപൂജ. അമ്പലപ്പുഴ സംഘം എരുമേലി പേട്ടതുള്ളലിന് മുമ്പായി നടത്തുന്ന ഒരു പ്രശസ്തമായ ഒരു ചടങ്ങാണ് മണിമല ആഴിപൂജ. മണിമല ആഴിപൂജയ്ക്ക് ശേഷം 10-ാം തീയതി ആയിരിക്കും സംഘം എരുമേലിയിലെത്തുക. എരുമേലിയിൽ 11-ാം തീയതിയാണ് പ്രശസ്തമായ എരുമേലി പേട്ടതുള്ളൽ നടക്കുക. എരുമേലി പേട്ടതുള്ളൽ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ആയിരിക്കും. അതിനു മുൻപ് ഈ ആകാശത്ത് ശ്രീകൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കും. ഗരുഡാരൂഢനായ ഭഗവാന്റെ സാന്നിധ്യമാണ് ശ്രീകൃഷ്ണപ്പരുന്ത് അവിടെ എത്തുന്നതെന്നാണ് വിശ്വാസം. അതോടുകൂടി 11 മണിയോടുകൂടി എരുമേലി പേട്ടതുള്ളൽ ആരംഭിക്കും. എരുമേലി പേട്ടതുള്ളലിന് ശേഷം ശരി കൃഷ്ണൻ, ഈ ഒരു മണിക്കൂറിൽ നമ്മൾ ഇത്രയും നേരം വളരെയധികം സന്തോഷത്തോടു കൂടി ആഘോഷത്തോടെ ഇരുന്നെങ്കിൽ പോലും ഈ ഒരു മണിക്കൂറിൽ നമ്മെ തേടി എത്തിയിരിക്കുന്നത് ഒരു ദുഃഖവാർത്ത കൂടിയാണ്. ഇടുക്കിയിൽ നിന്നും, ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. തഞ്ചാവൂരിലേക്ക് പോയ ബസ്. അതെ, പക്ഷെ 3 മരണവും കൂടി സംഭവിച്ചിട്ടുണ്ട്. വിനോദയാത്ര പോയതായിരുന്നു. യാത്രക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സുബിൻ തോമസ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. സുബിൻ, വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇടുക്കിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതും. വിനോദയാത്രയ്ക്ക് പോയ സംഘമാണിപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. 3 മരണം സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണോ? എത്രത്തോളം ആളുകളെ അവിടെ നിന്ന് മാറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അവരുടെ നില എത്രത്തോളം ഗുരുതരമാണോ അല്ലെങ്കിൽ തൃപ്തകരമാണോ?
അപകടത്തിൽപ്പെട്ട എല്ലാവരെയും തന്നെ നിലവിൽ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 30 പേരാണ് നിലവിൽ ഇപ്പോൾ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലുള്ളത്. 2 പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മൊത്തം 34 യാത്രക്കാരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ ഡ്രൈവറും സഹായിയും ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ 6:30 ഇത്തരത്തിൽ അപകടം നടക്കുന്നത്. ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം ഏകദേശം 30 ആഴ്ചയിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ KSRTC-യുടെ പോയി തിരിച്ചു വരുന്ന വഴിയാണ് KSRTC-യുടെ വാഹനം മറിയുന്നത്. തഞ്ചാവൂരിലേക്കാണ്. മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് പോയ ശേഷം തഞ്ചാവൂരിൽ സന്ദർശനം നടത്തി തിരികെ മാവേലിക്കരയിലേക്ക് വരും വഴിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ചെങ്കുത്തായ വളവും കുത്തിറക്കവുമാണ് ഈ റോഡിലുള്ളത്. ഈ റോഡ് മുമ്പോട്ട് പോകുന്ന വഴി ഉത്തറക്കത്തിൽ ഈ വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുകയും ഒരു വളവിൽ വെച്ച് ഈ ബാരിക്കേഡ് തകർത്ത് വാഹനം താഴേക്ക് പതിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ സമയത്ത് തന്നെ ആ വഴി എത്തിയ അയ്യപ്പ ഭക്തന്മാരും അതുപോലെ തന്നെ മറ്റ് വാഹനയാത്രികരും നാട്ടുകാരും ചേർന്നാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. തുടർന്ന് മോട്ടോർ വാഹന വകുപ്പും പോലീസും സ്ഥലത്തെത്തി ശേഷം വാഹനം വലിച്ചു കെട്ടി നിർത്തിയ ശേഷമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ പുറത്തേക്ക് എടുത്തത്. ആദ്യഘട്ടത്തിൽ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്ക് നേരിയ പരിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. ഇതിനുശേഷമാണ് ഈ കുറച്ചാളുകളുടെ പരിക്ക് ഗുരുതരമാണ് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. ഇതിനിപ്പോൾ 3 പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകുന്നത്. എല്ലാവരും തന്നെ ഈ മാവേലിക്കര സ്വദേശികളാണ്. 2 പുരുഷന്മാരും 1 സ്ത്രീയുമാണ് മരിച്ചിട്ടുള്ളത്. 3 പേരെ നിലവിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. എന്തായാലും ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു, ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് ഈ ഒരു അപകടം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബ്രേക്ക് നഷ്ടപ്പെട്ട വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ കുപ്പയിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വാഹനത്തിൽ 34 പേരെ ഉണ്ടായിരുന്നുള്ള മറ്റാരെങ്കിലും ഇവിടെ ഈ ഭാഗത്ത് അല്ലെങ്കിൽ വാഹനത്തിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വാഹനം ഉയർത്തിയുള്ള പരിശോധനയാണ് ഇനി നടത്തേണ്ടത്. അതിനുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഇപ്പോൾ അവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തി നിലവിൽ മേൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഈ അപകടം ഉണ്ടാക്കാനുണ്ടായ സാഹചര്യം മറ്റേതെങ്കിലും തരത്തിലുള്ള കാരണങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും ദുഃഖകരമായ വാർത്ത എന്നുള്ളത് 3 മരണം, ഈ ഒരു അപകടത്തിൽ 3 മരണം സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. സുബിൻ, അപ്പോ ചുരുക്കി പറഞ്ഞ ഞങ്ങൾക്ക് ഈ കലോത്സവ വേദിയിലാണ് ഞങ്ങളുള്ളത്, അതുകൊണ്ട് സ്വാഭാവികം ഞങ്ങൾക്ക് വിഷ്വൽ കാണാൻ പറ്റുന്നില്ല. അപ്പോ അത്ര കണ്ട് വലിയൊരു അപകടമാണ് അവിടെ ഉണ്ടായത് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഒരു ചെങ്കുത്തായ ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം ഏകദേശം 30 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. മറിയുമ്പോൾ ഈ വാഹനം ഒരു പ്രാവശ്യം കരണം മറിഞ്ഞാണ് താഴേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം താഴെ മരക്കൂട്ടങ്ങൾക്കിടയിൽ തങ്ങി നിൽക്കുകയായിരുന്നു. ഈ മരക്കൂട്ടം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഇതിലും തീവ്രമായ ഒരു അപകടത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടായിരുന്നത്. ഈ മരങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ വാഹനം മരത്തിൽ തങ്ങി നിൽക്കുകയായിരുന്നു. പ്രധാനമായും ഈ പ്രദേശത്തൊന്നാകെ ശക്തമായ മൂടൽമഞ്ഞൊക്കെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും സാഹചര്യം ഈ അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ മരണങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ നൽകുന്ന വിവരമനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കുക. പ്രധാനമായും 2 പേരെ കൂടി അതീവ ഗുരുതരാവസ്ഥയിൽ 2 പേരെ കൂടി നിലവിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാരമായ പരിക്കുള്ള ആളുകളുണ്ട്. അവർ മുണ്ടക്കയത്തെ ഒരു സ്വകാര്യ ആശുപത്രിയാണുള്ളത്. മറ്റു കുറച്ചാളുകൾക്ക് സാരമായ പരിക്ക് മാത്രമേ ഏറ്റിട്ടുള്ളൂ. ഇവരാണ് ആദ്യഘട്ടത്തിൽ മേളിലെത്തി അല്ലെങ്കിൽ ഈ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി മേളിലെത്തി ഈ വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്. ഇത്തരത്തിൽ അപകടത്തിൽ 34 പേരോളം ഈ വാഹനത്തിൽ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അതായത് 3-ാം തീയതി 4-ാം തീയതി ഈ ഒരു യാത്ര പുറപ്പെടുന്നു. മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂർ അതുപോലെ തന്നെ മധുര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷമാണ് അവർ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മടങ്ങുന്നത്. ഇന്ന് പുലർച്ചെ വീട്ടിലേക്ക് അല്ലെങ്കിൽ മാവേലിക്കരയിലേക്ക് എത്താമെന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് യാത്ര പുറപ്പെടുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ പൊടുന്നതിനുള്ള ഒരു അപകടം ഉണ്ടാകുന്നത്. KSRTC ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് ഈ ഒരു അപകടം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. നമുക്ക് അവിടെ നിന്നുള്ള ഒരു ദൃക്സാക്ഷി പറയുന്നത് പ്രകാരം ഈ വാഹനം പെട്ടെന്ന് ഒരു വളവിൽ പെട്ടെന്ന് നഷ്ടപ്പെടുകയും നേരെ ഈ ഒരു കൊക്കയിലേക്ക് വട്ടം പതിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷി പറഞ്ഞത്. ആ ഒരു തീവ്രത ആദ്യഘട്ടത്തിൽ ഇത്രത്തോളം ഒരു തീവ്രമായ ഒരു അപകടമാണ് എന്നുള്ളത് അവരും കരുതിയിരുന്നില്ല. അതായത് വാഹനം താഴേക്ക് മറിയുമ്പോഴും വാഹനത്തിൽ ആദ്യം ഇറങ്ങിയ ആൾക്കാർക്കെല്ലാം തന്നെ ആ പരിക്കുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അത്രത്തോളം തീവ്രത അതിന് ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ അവർക്കുള്ള നാട്ടുകാർ പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് ഈ അപകടത്തിന്റെ തീവ്രത ഒരു വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രധാനമായും നിലവിലിപ്പോൾ
ഈ അപകടവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായൊരു പരിശോധന ആ മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. ഏതെങ്കിലും വാഹനവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ വാഹനങ്ങൾ വന്നപ്പോൾ വെട്ടിച്ചതാണോ അല്ലെങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണോ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണോ നടക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാ ചോദ്യത്തിനും ഈ അപകടം ഉണ്ടാകാനുണ്ടായ എല്ലാ സാധ്യതകളും നിലവിൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ച് വരികയാണ്. വരും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ സാധിക്കും. സുബിൻ, ഈ ഇടുക്കിയുടെ ഭൂപ്രകൃതി നമുക്കറിയാം. ചെങ്കുത്തായ മലനിരകൾ, ഗതാഗത സൗകര്യങ്ങൾ എത്രമാത്രമുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഇപ്പോൾ ഈ സമീപകാലത്താണ് KSRTC വിനോദയാത്ര ആരംഭിച്ചത്. സമീപകാലത്താണ് വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് സാധാരണ യാത്രക്കാരെ അവർക്ക് ഒരു കൃത്യമായ തുക നിശ്ചയിച്ച് ടിക്കറ്റ് എടുപ്പിച്ച് യാത്ര പോകുന്ന ഒരു സംവിധാനം എല്ലാ KSRTC സ്റ്റേഷനുകളിൽ സമീപകാലത്താണ് തുടങ്ങിയത്. ഇത് എവിടെയുള്ളവരാണ് കൂടുതലായി ഏത് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട? മാവേലിക്കര ആണെന്ന് കരുതുന്നു. മാവേലിക്കര പ്രദേശത്തുള്ള ആളുകളാണ് കൂടുതലായി വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ മാവേലിക്കര ഡിപ്പോയിൽ നിന്നാണ് ഈ ഒരു വിനോദയാത്ര ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാവേലിക്കര മേഖലയിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായി വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ആ വാഹനത്തിലുണ്ടായിരുന്ന മറ്റാളുകൾ നൽകുന്ന വിവരം. പ്രധാനമായും ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് ഈ ഒരു കുട്ടിക്കാലം മുതൽ ക്ഷമിക്കണം മുണ്ടക്കൈ മുതൽ കുട്ടിക്കാലം വരെയുള്ള റോഡ് അത് പൂർണ്ണമായും ഒരു കയറ്റ പ്രദേശമാണ്. താഴേക്ക് പോകണമെങ്കിൽ കുട്ടിക്കാലത്ത് താഴേക്ക് ചെങ്കുത്തായ ഇറക്കമാണ്. വലിയ വളവുകളെല്ലാം തന്നെയുണ്ട്. സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ഒരു വാഹനം ഏകദേശം ഇതിനോട് അടുത്ത് തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ നിരന്തരമായി അപകടം നടക്കുന്ന ഒരു പ്രദേശമാണ്. കൃത്യമായി നിരീക്ഷണം നടത്തേണ്ട അല്ലെങ്കിൽ കൃത്യമായി ശ്രദ്ധിച്ച് ഓടിക്കേണ്ട ഒരു പ്രദേശം കൂടിയാണ് ഈ പറയുന്ന ഈ കുട്ടിക്കാലം മുതൽ മുണ്ടക്കൈ മുതലുള്ള പ്രദേശം. അവിടെ ഈ ദീർഘദൂരം അല്ലെങ്കിൽ ദീർഘദൂരം സർവീസ് നടത്തിയാണ് ഈ ഒരു ബസ് വരുന്നത്. ഈ ബസ്സിന് എത്രത്തോളം അതിന്റെ ഫിസിക്കൽ കണ്ടീഷൻ എത്രത്തോളം മികച്ചതാണ് അല്ലെങ്കിൽ അതിന്റെ ടയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രത്തോളം മികച്ചതാണ് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതായി ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള പരിശോധനകൾ ഈ പ്രാഥമികമായി അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ടെന്ന് നടക്കുന്ന കാര്യങ്ങളും നിലവിൽ ഈ ഒരു മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഈ വാഹനത്തിലുള്ള നടക്കുന്ന കാര്യങ്ങൾ വാഹനത്തിന്റെ പഴക്കം ഉൾപ്പെടെയുള്ള ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ കാലപ്പഴക്കവും ഇതിന്റെ ഫിസിക്കൽ കണ്ടീഷനും അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമായും ഈ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നുള്ളത് വാഹനത്തിന്റെ ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ്, ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് എന്നുള്ളതാണ് ഈ ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഡ്രൈവർ പറഞ്ഞത് എന്നുള്ളതാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ഉടൻ തന്നെ ഈ വാഹനം ഈ ഒരു താഴ്ചയിലേക്ക് മറിയുകയുമായിരുന്നു എന്നുള്ളത് ഈ ഒരു വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്നാലും ഈ ആശുപത്രിയിലുള്ള ആളുകളുടെ പരിക്ക് അതെത്രത്തോളം ഗുരുതരം, രണ്ടുപേരുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റുള്ള ആളുകളുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സുബിൻ, ഈ പീരുമേട്ടിൽ നിന്നോ മുണ്ടക്കയത്ത് നിന്നോ ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ അവിടേക്ക് ഫയർഫോഴ്സ് സംഘമൊക്കെ എത്തുന്നത്. കാരണം ഇതൊരു അങ്ങനെ ഒരു ഇടമല്ല, കൂടുതൽ സൗകര്യങ്ങളൊന്നുമുള്ള ഇടമല്ല. ഹൈവേ പോലീസ് സംഘം അവിടെ ഉണ്ടാകണോ? മോട്ടോർ വാഹന വകുപ്പ് അവിടെ എത്തിയിട്ടുണ്ടാകും. രക്ഷാപ്രവർത്തനം ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നുവെന്നാണ്? രക്ഷാപ്രവർത്തനം വാഹനത്തിലുണ്ടായിരുന്ന എല്ലാ ആളുകളെയും നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും പറയുന്നത്. അതേസമയം ഏതെങ്കിലും തരത്തിൽ ആളുകൾ ഈ വാഹനം മറിഞ്ഞിരിക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് അടിയിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായുണ്ട്. അതിന് ഈ വാഹനം ഉയർത്തുക തന്നെ വേണം. പ്രധാനമായും ഈ അപകടം നടക്കുന്നതിന് ഏകദേശം ഒരു 20 കിലോമീറ്റർ പുറത്ത് ഫയർഫോഴ്സ് യൂണിറ്റിന്റെ പ്രത്യേക സംഘമുണ്ട്, ഫയർഫോഴ്സ് സംഘമുണ്ട്. അവർ ഉടൻ തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഓരോ ഈ ചെങ്കുത്തായി ഇറക്കുന്ന അല്ലെങ്കിൽ ഈ അപകട മേഖലയിലെല്ലാം തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും കൃത്യമായ ഒരു പരിശോധന നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി മോട്ടോർ വാഹന വകുപ്പും ഈ അപകടം നടന്നതിന് തൊട്ട് ചേർന്ന് തന്നെ മോട്ടോർ വാഹന വകുപ്പും പോലീസിന്റെയും സേവനമുണ്ടായിരുന്നു. ഈ അപകടം നടന്നതിന് തൊട്ട് പിന്നാലെ അവരും അവിടെ എത്തുകയും ഈ കൃത്യമായ ഒരു ഏകോപനം ഈ രക്ഷാപ്രവർത്തനത്തിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിലുണ്ടായിരുന്ന എല്ലാ ആളുകളെയും നിലവിൽ ഇവിടെ നിന്ന് ഈ പറയുന്ന ആശുപത്രികളിലേക്ക്, അതായത്
മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ നിന്നാണ് ഈ ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ നിലവിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. കൃത്യമായ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ രക്ഷാപ്രവർത്തനം നടന്നതുകൊണ്ടാണ് ഇത്രത്തോളം ഒരു ഇവരെ വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. എന്നാലും ഈ അപകടത്തിന്റെ മറ്റു വശങ്ങളാണ് നിലവിൽ പരിശോധിക്കേണ്ടതായി ഉള്ളത്. ശരി, അപ്പോ കലോത്സവ വേദിയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും കലോത്സവ വാർത്തകൾക്കല്ല ഇപ്പോൾ പ്രാധാന്യം. മണിക്കൂറിൽ വളരെയധികം ദുഃഖമാണ് പങ്കുവയ്ക്കാനുള്ളത്. ഒരു വാർത്ത. അതെ, സുബിൻ തോമസ് അവിടെ നിന്ന് തുടരുന്നുണ്ട്. സുബിൻ, ഇപ്പോൾ നമുക്കൊരു ആശങ്ക എന്ന് പറയുന്നത് ഈ മരണനിരക്കിൽ ഒരു ഇനിയും നമുക്കത് പറയാൻ സാധിക്കില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അത് അറിഞ്ഞേ മതിയാകൂ. നിരക്കിൽ വർധന ഉണ്ടാകുമോ എന്നൊരു ആശങ്ക ഈ ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കുന്നുണ്ടോ? മാത്രവുമല്ല, ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? രക്ഷാപ്രവർത്തനത്തിലൂടെ ഒരുപാട് പേരെ ആശുപത്രിയിലാക്കാൻ സാധിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? രണ്ടുപേരാണ് നിലവിൽ ഗുരുതരാവസ്ഥയിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ 2 പേരുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. മരിച്ച 3 പേരുടെ പ്രത്യേകമുള്ളത് മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലാണ്. മറ്റുള്ളവരെ, അതായത് സാരമായി പരിക്കേറ്റ മറ്റുള്ള ആളുകളെ ഈ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 28ഓളം പേർ ഈ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം നിലവിൽ പൂർത്തിയായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ച് നിലവിൽ ഇപ്പോഴും ഈ വാഹനത്തിലുമായി ബന്ധപ്പെട്ട വാഹനത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട്, അല്ലെങ്കിൽ വാഹനം മറിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ വാഹനത്തിനടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ രക്ഷാപ്രവർത്തകർ പരിശോധിക്കുന്നുണ്ട്. ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും മോട്ടോർ വാഹന വകുപ്പുമാണ് സ്ഥലത്തെ ഈ ഒരു രക്ഷാപ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഏകോപനം നൽകുന്നത്. പുലർച്ചെ 6:30 കൂടിയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത്. ദിണ്ടുക്കലിൽ വിനോദയാത്ര പോയ ശേഷം, മാവേലിക്കരയിൽ നിന്നും വിനോദയാത്ര പോയ ശേഷം തിരികെ എത്തിയ ആ സംഘമാണ്, തിരികെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. തഞ്ചാവൂർ അതുപോലെ തന്നെ മധുര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സംബന്ധിച്ച ശേഷം ഇവർ തിരികെ നാട്ടിലേക്ക് മാവേലിക്കരയിലേക്ക് വരികയായിരുന്നു. ഇതിനിടെയാണ് ഈ ഒരു മുണ്ടക്കയത്തിന് സമീപം, മുണ്ടക്കയത്തിന് താഴ്വശം പുല്ലുപാറ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് വാഹനത്തിനൊരു ചെങ്കുത്തായ ഇറക്കത്തിൽ വളവിൽ വാഹനത്തിന്റെ ഈ നിയന്ത്രണം നഷ്ടപ്പെടുകയും വാഹനം താഴ്ചയിലേക്ക് മറിയുകയും ചെയ്തത്. ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നുള്ളത് ഡ്രൈവർ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്നവരോട് വിളിച്ചറിയിച്ചു. അതിന് ശേഷം പൊടുന്നനെ തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു വാഹനം മറിയുകയായിരുന്നു എന്നുള്ളതാണ് വാഹനത്തിൽ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നവർ നൽകുന്ന വിവരം. 34 പേരാണ് ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 3 പേരാണ് നിലവിലിപ്പോൾ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ അപകടമുണ്ടാക്കിയ സാഹചര്യം, അതായത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു, ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാക്കിയത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ ഈ അപകടം ഉണ്ടാകുന്നതിന് മറ്റേതെങ്കിലും കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് വരികയുമാണ്. നിരന്തരമായി അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഈ പ്രദേശം. കുട്ടിക്കാലം മുതൽ മുണ്ടക്കയം വരെയുള്ള പ്രദേശത്ത് പല സ്ഥലങ്ങളിലായി ഇത്തരത്തിലുള്ള അപകട കെണികളുണ്ട്. ഈ ഇത്തരത്തിലുള്ള അപകട കെണിയിലാണ് ഇപ്പോൾ ഈ ഒരു വാഹനവും പെട്ടിട്ടുള്ളത്. ഈ നിലവിൽ 2 പേരുടെ നിലയാണ് അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നത്. ഇവരെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ മറ്റുള്ളവർക്ക് സാരമായ പരിശോധന നിരവധി ആളുകൾക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. മറ്റുള്ള പരിശോധനകൾ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പും പോലീസും നടത്തുന്നുമുണ്ട്. ശരി, എന്തായാലും വളരെയധികം ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ പങ്കുവെക്കാനുള്ളത്. 3 മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മരണനിരക്കിൽ ഇനി വർധന ഉണ്ടാകുമോ എന്നൊരു ആശങ്ക കൂടി ഈ ഒരു മണിക്കൂറിൽ പങ്കുവെക്കാനുണ്ട്. പക്ഷേ എന്തായിരുന്നാലും ഇതിന്റെ ബ്രേക്ക് കംപ്ലൈന്റ് ആയിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. ഇത്രത്തോളം ദൂരയാത്രകൾ പോകുമ്പോൾ കുത്തിറക്കത്തിലേക്ക് വരുന്ന വഴി നിയന്ത്രണം വിട്ട് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു എന്നാണ്. മാത്രമല്ല, ഇതൊരു പ്രൈവറ്റ് ബസ് അല്ല, ഇതൊരു KSRTC ബസ്സാണ്. ഇത്രത്തോളം ദൂരയാത്രകൾ പോകുമ്പോൾ ഈ ബസ് ഫിറ്റ് ആണോ എന്ന് കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത്തരം യാത്രകൾക്ക് ഇത്തരം ബസ് ഉപയോഗിക്കാവൂ എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി പറയാൻ കഴിയില്ല ഈ ഒരു ഘട്ടത്തിൽ, കാരണം പ്രാഥമിക നിഗമനം മാത്രമാണ്. ഇനി വരുന്ന മണിക്കൂറുകളിലായിരിക്കും കൂടുതൽ പരിശോധനകളിലൂടെ ഇതെന്താണ് ശരിയായ പ്രശ്നം എന്നറിയാൻ സാധിക്കുകയുള്ളൂ. പുത്തമ്പുള്ളിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ഇടുക്കി പുല്ലുപാറയിലുണ്ടായ അപകടത്തെക്കുറിച്ചായിരുന്നു ബ്രേക്കിന് തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞത്. മറ്റൊരു വാർത്ത, ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ
PV അൻവർ ഇന്നലെ അറസ്റ്റിലായിരുന്നു. അൻവറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് 10 മണിക്ക് അൻവർ ജാമ്യാപേക്ഷ നൽകുകയാണ്. 14 ദിവസത്തേക്ക് റിമാൻഡിലാണ്, ജയിലിലാണ് ഇപ്പോൾ PV അൻവർ ഉള്ളത്. നമുക്ക് വിശദാംശങ്ങൾ നൽകാൻ ശിവദാസ് കൻപന ഒപ്പം ചേരുന്നുണ്ട്. ശിവദാസ്, 10 മണിക്ക് ജാമ്യാപേക്ഷ നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. കൃഷ്ണരാജ, ഇന്നലെ രാത്രിയാണ് PV അൻവറിൻ്റെ അറസ്റ്റ് ഉണ്ടായത്. ഒതായിയിലെ വീട്ടിൽ എത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാവിലെ ഏകദേശം 11 മണിയോടെ മലപ്പുറം നിലമ്പൂരിലെ നോർത്ത് DFO ഓഫീസ് ആക്രമിച്ച കേസിൽ അതിനു മുൻപ് പ്രതിഷേധ പ്രകടനം നടത്തി. പിന്നീട് ഈ ഓഫീസ് ആക്രമിച്ച ഈ കേസിലാണ് PV അൻവറിനെ അറസ്റ്റ് ചെയ്തത്. ഈ സംഭവത്തിൽ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. അതിനുശേഷം തന്നെ നിരവധി സംഭവ വികാസങ്ങൾ ഉണ്ടായിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി. അതിനുശേഷം അദ്ദേഹത്തെ പിന്നീട് തവനൂർ സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത്. ഏകദേശം 2:15 PV അൻവറിനെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ഇന്ന് ജാമ്യാപേക്ഷ നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏകദേശം 10 മണിയോടെ ജാമ്യാപേക്ഷ നൽകും. പിന്നീട് 11 മണിക്ക് ശേഷമായിരിക്കും കോടതി നടപടികൾ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക. PV അൻവറിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ ഒരുപക്ഷെ അദ്ദേഹം ഈ നഷ്ടപരിഹാര തുക കെട്ടിവെക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. PV അൻവറിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് 11 പേരെയാണ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിലവിൽ 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. PV അൻവർ അടക്കം മൊത്തത്തിൽ 5 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള 4 പേര് മഞ്ചേരിയിലാണ് ഉള്ളത്, മഞ്ചേരി ജയിലിലാണ് ഉള്ളത്. ഇന്നലെ ഈ ഒരു സംഭവത്തിന്, കേസിനാസ്പദമായ ഈ സംഭവം ഉണ്ടായത് ഇന്നലെ രാവിലെ 11 മണിക്കാണ്. നിലമ്പൂർ മാഞ്ചേരി കോളനിയിലെ യുവാവിനെ കാട്ടാന ആക്രമിച്ച് യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. ഈ സംഭവത്തിൽ പ്രതിഷേധ പ്രകടനവുമായാണ് PV അൻവറും ഏകദേശം 40ഓളം പേരുള്ള സംഘവും DFO ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി എത്തിയത്. പിന്നീട് അതിനുശേഷം ഇവിടെ എത്തി PV അൻവർ സംസാരിച്ചു. അതിനുശേഷമാണ് പ്രവർത്തകർ ഈ പൂട്ടിക്കിടന്ന ഓഫീസിൻ്റെ വാതിലുകൾ പൊളിച്ച് അതിൻ്റെ പൂട്ട് തകർത്ത് അതിനുള്ളിലേക്ക് കടന്നു പോവുകയും അതിനുള്ളിലുള്ള കസേരകൾ അടക്കം നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. ഈ സംഭവത്തിലാണ് പോലീസ് ഇന്നലെ FIR കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ പരിശോധനകൾ നടത്തി. ഈ മൊബൈലിൽ അടക്കം പോലീസ് ഈ ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നത്. ഇനിയും കുറച്ചു പേരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. നിലവിൽ 11 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 40ഓളം പേരാണ് ഈ സമയത്ത് പ്രതിഷേധ പ്രകടനത്തിൽ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നിലവിൽ ഇന്നലെ ഈ കേസിൽ 1-ാം പ്രതിയായിട്ടുള്ളത് PV അൻവർ തന്നെയാണ്. അൻവറിനെയാണ് 1-ാം പ്രതിയായി പോലീസ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ PV അൻവർ തവനൂർ സെൻട്രൽ ജയിലിലാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിരവധി കേസുകളിൽ PV അൻവർ പ്രതിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളുടെ കാര്യത്തിൽ എന്ത് നടപടികളാണ് പോലീസ് സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരുപക്ഷെ PV അൻവറിന് എതിരെയുള്ള മുൻകാലങ്ങളിൽ ഉള്ള ആ കേസുകളിൽ അടക്കം പോലീസ് നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം നിരവധി ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു കേസ് കൂടിയാണ് PV അൻവറിനെതിരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കേസുകളിൽ സ്വാഭാവികമായും പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഉള്ള ഈ കേസിൽ ജാമ്യാപേക്ഷ ഇന്ന് എന്തായാലും PV അൻവർ നൽകും. നമുക്കറിയാം, PV അൻവർ കഴിഞ്ഞ ഒരു യാത്ര നടത്തുകയായിരുന്നു, വനസംരക്ഷണ യാത്ര നടത്തുകയായിരുന്നു. മലയോര മേഖലയിലുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിനെതിരെ ഉള്ള ഒരു യാത്ര കഴിഞ്ഞ 3 ദിവസമായി PV അൻവർ നടത്തുകയായിരുന്നു. അതിൻ്റെ സമാപന ദിവസമാണ് ഇന്നലെ. ഈ സമയത്താണ് ഇത്തരത്തിൽ ഒരു കാട്ടാനാക്രമണത്തിൽ ഒരു യുവാവ് നിലമ്പൂരിൽ തന്നെ കൊല്ലപ്പെടുന്നത്. പിന്നീട് ആ യാത്ര മാറ്റിവെക്കുകയും ഈ വിഷയത്തിൽ PV അൻവർ ഇടപെടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇടപെട്ട് DFO ഓഫീസിന് മുൻപിൽ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോഴാണ് ഈ ഓഫീസ് ആക്രമിച്ചതും സംഭവത്തിൽ കേസെടുത്തതും. കൃഷ്ണരാജ്, ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകി. അരുൺ ആലത്തൂർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുണ്, ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് PV അൻവർ ജയിലിലേക്ക് പോയത്. പുറത്തിറങ്ങുമെങ്കിൽ കാണിച്ചു തരാം എന്ന് കൃത്യമായി പറയുന്നുണ്ട് PV അൻവർ. അതായത് അൻവർ പിണറായി പോരാട്ടം തുടങ്ങിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. അൻവർ എപ്പോഴും പിണറായി വിജയന് വേണ്ടി നവമാധ്യമങ്ങളിലൂടെ ശക്തമായി പ്രതികരിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വലിയ ശത്രുവായി മാറുന്നു. ആ ഒരു ശത്രുത തന്നെയാണ് ഒരുപക്ഷെ വീട് വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോലും പോയത്. ഏതായാലും അൻവർ വെല്ലുവിളിച്ച് ജയിലിനുള്ളിലേക്ക് പോയി. ഇനി മലപ്പുറത്തെ രാഷ്ട്രീയത്തിൽ CPM-ഉം അൻവറും തമ്മിലുള്ള പോരാട്ടത്തിൽ വരാനിരിക്കുന്നത് എന്ത്?
കൃഷ്ണരാജ്, തീർച്ചയായും മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഈ CPM-ഉം അതുപോലെ തന്നെ അൻവറും തമ്മിലുള്ള പോരാട്ടം അത് കൂടുതൽ കടുക്കും ഈ ഒരു അറസ്റ്റോടു കൂടി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം ഈ അൻവറിൻ്റെ CPM-ഉമായി ഇടയുന്നു, അതിനുശേഷം മുന്നണിയിൽ നിന്നും പോകുന്നു, സ്വതന്ത്രനായിട്ട് തുടരുന്നു, DMK എന്ന പാർട്ടി രൂപീകരിക്കുന്നു. പക്ഷേ അതിനൊക്കെ ശേഷം ഈ DMK എന്ന പാർട്ടി രൂപീകരിച്ചെങ്കിൽ പോലും പലപ്പോഴും കൃത്യമായ ആളുകളെയോ മറ്റോ ഒന്നും അവർക്ക് സംഘടിപ്പിക്കാൻ കഴിയാതെ കൂലിക്ക് പോലും ആളുകളെയൊക്കെ ഇറക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അപ്രസക്തമായി കേരള രാഷ്ട്രീയത്തിൽ അൻവർ മാറുകയും അൻവറിൻ്റെ പ്രതിച്ഛായ മങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അൻവറിനെ ഈ പിണറായി പോലീസ് കഴിഞ്ഞ ദിവസം ഒരു 7:30 ഞാൻ നിൽക്കുന്ന അൻവറിൻ്റെ ഈ വീട്ടിലേക്ക് എത്തുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. തുടർന്ന് വീട് വളഞ്ഞുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ വനം വകുപ്പിൻ്റെ ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിലാണ് ഇത്തരത്തിലുള്ളൊരു അറസ്റ്റ് ഉണ്ടാകുന്നത്. ഒരു വനവാസിയായിട്ടുള്ള വ്യക്തി കാട്ടായ ആക്രമണത്തിൽ മരിക്കുന്നു. അതിനെ തുടർന്ന് നടത്തിയ ഒരു പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിനെ ചൊല്ലിയാണ്, ആ പ്രതിഷേധത്തിന് വനം വകുപ്പിൻ്റെ ഓഫീസ് നശിപ്പിച്ചു എന്നത് സംബന്ധിച്ചാണ് ഇത്തരമൊരു അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായിട്ടൊരു മങ്ങൽ ഉള്ള അൻവറിന് ഒരു വീരപരിവേഷം നൽകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിമർശനം പൊതുവെ ഉയരുന്നുണ്ട്. CPM-നകത്ത് തന്നെ അത്തരത്തിലുള്ളൊരു വിമർശനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും DMK അല്ലെങ്കിൽ അൻവറും അൻവറിൻ്റെ കൂടെയുള്ള ആളുകളും ഇതിനെ രാഷ്ട്രീയമായിട്ടും മറ്റുമൊക്കെ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ കൃത്യമായിട്ട് തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അൻവർ വലിയ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ആ സമയത്ത് അതിലേക്ക് ഈ UDF-ൻ്റെ പിന്തുണ ആദ്യഘട്ടത്തിൽ ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ ലീഗിൻ്റെ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ അതിലേക്ക് ക്ഷണിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ അൻവറുമായി സഹകരിക്കാൻ തയ്യാറാണെന്നൊക്കെ അവരൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അവസാനം അവർ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് UDF പോലും കൃത്യമായിട്ട് അൻവറിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം ഈ അറസ്റ്റോടുകൂടെ തന്നെ KPCC അധ്യക്ഷനാണെങ്കിലും അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ ആളുകളൊക്കെ അൻവറിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏതായാലും അൻവറിന് ഈ UDF-ൻ്റെ ഒരു പിന്തുണ നേരത്തെ ഏത് വിഷയത്തിലാണ്, അതായത് വനം വകുപ്പുമായി ബന്ധപ്പെട്ട് വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടത്താനിരുന്ന ആ പ്രതിഷേധ പരിപാടികൾക്ക് അൻവറുമായി സഹകരിക്കാതിരുന്ന അതേ UDF-ൻ്റെ ഭാഗത്തു നിന്ന് അതേ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഒരു പിന്തുണ അൻവറിന് ലഭിക്കുന്ന ഒരു അൻവർ ജാമ്യാപേക്ഷ സമർപ്പിക്കും. നിലമ്പൂർ കോടതിയിലാണ് അൻവർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത്. ഇനി വരുന്ന മണിക്കൂറുകളിലും കൂടുതൽ അപ്ഡേറ്റുകളുമായി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ കോടതി എന്തു പറയും എന്നത് ശ്രദ്ധേയമാണ്. ശരി, അതെല്ലാം നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. ശിവദാസ്, അരുൺ, നിങ്ങൾ രണ്ടുപേരും കൂടുതൽ അപ്ഡേറ്റുകളുമായി വരും മണിക്കൂറുകളിലും നമ്മോടൊപ്പം തന്നെ ചേരുക. ശരി, എന്തായാലും കൃഷ്ണരാജ്, നമ്മൾ ഏറ്റവും കൂടുതൽ വൈറലായി കേട്ട ഒരു വാക്കാണ് തന്ത വൈബ്. എനിക്ക് തോന്നുന്നു കലോത്സവ വേദിയിലും ആ തന്ത വൈബ് ഭയങ്കര വൈബായി തന്നെ പറഞ്ഞോട്ടെ. എനിക്ക് ഈ കലോത്സവ നഗരിയിൽ കുട്ടികളെ മാറ്റി നിർത്തിയാൽ എനിക്ക് ഏറ്റവും വലിയ വൈബായി തോന്നിയത് നമ്മുടെ ടിൻഡു ദാസിനെയാണ്. അവളങ്ങ് ആസ്വദിക്കുകയാണ് ഈ കലോത്സവം, ഒരു സംശയമില്ല അല്ലെ, അലക്കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു മിഥുൻ അയ്യപ്പൻ തന്ത വൈബിനെ കുറിച്ച് ഒരു സ്റ്റോറി ചെയ്തു, അതിന് ഞാനൊരു മറുപടി കൊടുക്കും എന്ന്. എനിക്ക് തോന്നുന്നു ആ വാർത്തയാണ്. അതെ, വൈബ് തന്തമാരെന്നൊരു വാർത്തയാണ് ടിൻഡു ചെയ്തിരിക്കുന്നത്. തന്ത വൈബിനെ എല്ലാം മറികടന്നുകൊണ്ട് വളരെ വൈബോട് കൂടി നിൽക്കുന്ന നാടകവേദിയിലെ ചേട്ടന്മാരെ കുറിച്ചുള്ള ആ ഒരു റിപ്പോർട്ടാണ് അഞ്ജലിദാസ് എന്ന ടിൻഡു ദാസ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം തിരികെ എത്താം. മിഥുൻ അയ്യപ്പൻ ഇന്ന് രാവിലെ സ്റ്റോർ ചെയ്തായിരുന്നു കലോത്സവ വേദിയിൽ വരുന്നതെല്ലാം തന്ത വൈബാണെന്ന്. ഈ തന്ത വൈബല്ല, അതിനപ്പുറത്തൊരു വൈബാണ് ഞാൻ ഇന്ന് ടാഗോർ തിയേറ്ററിൽ കാണാൻ പോകുന്നത്. കിടിലൻ ചേട്ടന്മാർ നമ്മളുടെ കൂടാൻ ചേട്ടാ. ഓക്കെ, പാട്, സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ കൊടുത്തരാം. താനൈ താനാനൈ താനാനാനൈ താനൈ താനൈ താനാനൈ താനാനാനൈ താനൈ താനാനൈ താനാനാനൈ താനൈ താനൈ താനാനൈ താനാനാനൈ എള്ളുള്ളേരി എള്ളുള്ളേ മാരിമംഗലേ
വിരചിപ്പെട്ടെ ഗുണ്ടകയ്യ മാരിമംഗലേ എള്ളുള്ളേരി എള്ളുള്ളേരി മാരിമംഗലേ വിരചിപ്പെട്ടെ ഗുണ്ടകയ്യ മാരിമംഗലേ മാരിമംഗലേ തകാട്ടി കൊമരിരംഗലേ കൊമരിനംഗലേ തകാട്ടി മാരിനംഗലേ സുരേഷ് റിട്ടയർഡ് അധ്യാപകനാണ്. 20 കൊല്ലത്തോളായിട്ട് നാടകവേദിയിൽ സ്ഥിരമായിട്ട് വരലുണ്ട്. ഞാൻ പ്രകാശ് വള്ളംകുളം തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഞാനൊരു 25 വർഷമായിട്ട് നാടക സ്റ്റേറ്റ്. അല്ലല്ല, ഞങ്ങളിങ്ങനെ സുഹൃത്തുക്കളാണ്, ഇങ്ങനെ വന്ന് പരിചയപ്പെടും. കാരണം ഇതും നാടകത്തിന്റെ ആൾക്കാർ തന്നെ. സ്കൂൾ നാടകങ്ങളെ സ്നേഹിക്കുന്ന വലിയൊരു ജനതയുണ്ട്. അവരിവിടെ രാവിലെ തൊട്ട് 7 മണി തൊട്ട് ഉണ്ടാവും. നാടകങ്ങളൊക്കെ കാണും, ഒരു ബഹളം ഉണ്ടാവില്ല. ഇടവേളകൾ ഞങ്ങൾ പാട്ടുപാടി ഇങ്ങനെ. ഇതൊക്കെ ഒരു ടീമല്ല, നാടകത്തെ ഇഷ്ടപ്പെടുന്നവരാ. പലരും പല വഴിക്കാണ്. ഇവിടെ വരുമ്പോ ഞങ്ങൾ ഒന്നാവും. എല്ലാ വർഷവും ഇങ്ങനല്ല, എല്ലാ നാടകക്കാരാണ്, എല്ലാരും ആസ്വദിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഒരു ഗ്രൂപ്പൊന്നും ഇല്ല, ഇതെല്ലാരും ഞങ്ങളെല്ലാരും. കഴിഞ്ഞ വർഷവും കോഴിക്കോട് നടന്ന വിജയോത്സവത്തിൽ ഓരോ നാടകം കഴിയുമ്പോൾ ചേട്ടൻ ഇതുപോലെ പാട്ട് പാടുമായിരുന്നു. അതുപോലെ കഴിഞ്ഞ വർഷം കൊല്ലം സോപാനത്തിൽ നടന്ന നാടകോത്സവത്തിൽ 1 മണിക്കൂറോളം മഴ പെയ്ത് വേദി തടസ്സപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 1 മണിക്കൂർ നമ്മൾ നാടകക്കാരനാണ് പാട്ട് പാടി ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരുന്നു. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും കഴിഞ്ഞ 21 മറ്റു വേദികളിൽ ഇത് കാണില്ല. അവിടെ പ്രൊഫഷണലിസ്റ്റ് ഉണ്ടാവും, ഇവിടെ അതല്ല. ഇവിടെ ഞങ്ങൾ എല്ലാ കൊല്ലവും കാണും. കാരണം ഓരോ വർഷം സ്റ്റേറ്റ് നാടകം വരുമ്പോൾ ഞങ്ങൾ എല്ലാവർക്കും അറിയാം. കാരണം ഇവിടുന്ന് കണ്ടു പരിചയപ്പെടുന്നവരാണ്. വീണ്ടും പിരിഞ്ഞു പോകും. ആവണിപ്പാടത്തെ പക്ഷികളെ പോലെ ഞങ്ങൾ ഓരോ സംസ്ഥാന നാടക കലോത്സവത്തിനും എത്തും. നാടകവേദിയിലെ താരങ്ങളാണ് നിങ്ങൾ. താങ്ക് യു. ഞാൻ ഒരു 10 വർഷത്തോളമായിട്ട് കാണുന്നുണ്ട്. അതിൽ കോവിഡ് കാലത്ത് നിന്ന് പോയപ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റാണ്ടിരുന്നത്. എല്ലാ കൊല്ലം വരാറുണ്ട്. എൻ്റെ ഫാമിലി മൊത്തമുണ്ട്. മക്കള് 2 പേരുണ്ട്, ഭാര്യയുണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ വന്നുള്ളത്. താങ്ക് യു. എല്ലാ വർഷവും എല്ലാവർക്കും വേണ്ടി ഒരു വലിയൊരു ആരവം ഒന്ന് പറഞ്ഞേ. ആരോ പറ. Poliga, 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 mannu poliga, manam poliga, ponnu poliga, poliyan poliga, 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 uru poliga, ulagam poliga, നാടു പൊലിക നഗരം പൊലിക 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 പൊലിപൊലി. അപ്പൊ മിഥുനയ്യപ്പൻ കണ്ടല്ലോ, ഇവിടെ ആരും തന്ത വൈബൊന്നുമില്ല. മിഥുനയ്യപ്പനെ ഞാൻ ചലഞ്ച് ചെയ്യാണ്. മിഥുനയ്യപ്പൻ അടുത്ത ഒരു തന്ത വൈബായിട്ട് വരുന്നവരേക്കും. ക്യാമറമാൻ രജിത് മോഹനോടൊപ്പം ടാഗോർ തിയേറ്ററിൽ നിന്നും ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലേക്ക് നമ്മൾ തിരികെ എത്തുന്നു. നമുക്കൊപ്പം ഒരു അതിഥിയുണ്ട്. ഭയങ്കര വിശപ്പായിരുന്നു. ഭക്ഷണത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രി നമ്മുടെ മുമ്പ് വന്ന് നിൽക്കുകയാണ്. എന്തായാലും നമ്മളെല്ലാവരും വളരെയധികം വിശന്ന് നിൽക്കുകയാണ്. മിനിസ്റ്റർ, നമുക്കറിയാം ഈ കലവറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വാദിഷ്ടമായ പഴയിടത്തിന്റെ പാചകമാണ്. അത് ആസ്വദിക്കാൻ ഞങ്ങൾ എല്ലാ ദിവസവും പോകാറുണ്ട്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയല്ലേ ഈ വർഷവും കലവറ ഒരുങ്ങുന്നത്? അതെ, എല്ലാം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണ് ഇത്തവണയും. കുട്ടികൾ സ്വരൂപിച്ച ഭക്ഷ്യധാന്യങ്ങൾ, പൊതുസമൂഹം നൽകിയ ഭക്ഷ്യധാന്യങ്ങളെല്ലാം ഈ കലവറയ്ക്ക് സഹായകരമായിട്ടുണ്ട്. 25 വർഷമായി കലവറയുടെ ചുമതല മോഹനൻ നമ്പൂതിരിക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും പുതിയ പുതിയ ഇനങ്ങൾ രുചികരമായ രീതിയിലേക്ക് അദ്ദേഹം ഭക്ഷണം നൽകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അവിടുന്ന് കഴിച്ച അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്. മിനിസ്റ്റർ, ഈ 3ാം പകലാണ് കലോത്സവത്തിന്റെ. അപ്പോൾ തിരുവനന്തപുരം ഏറ്റെടുത്തോ? തലസ്ഥാനത്തെ കുടുംബാംഗങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ലക്ഷണമാണ് ഇന്നലെയും മെനഞ്ഞാന്നും വൈകുന്നേരങ്ങളിലെ തിരക്ക്. പിന്നെ തലസ്ഥാനത്തെ എല്ലാ വേദികളിലും നല്ല തിരക്കാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് കാണിക്കുന്നത് തിരുവനന്തപുരത്തെ നിവാസികൾ, അതുപോലെ ജീവനക്കാർ, അവരുടെ എല്ലാം കുടുംബാംഗങ്ങൾ ഇവിടേക്ക് ഒഴുകി വരുന്നതിൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ തിരുവനന്തപുരത്തിൻ്റെ മന്ത്രി കൂടിയാണ് അങ്ങ്. അതെ. അപ്പോൾ ഇങ്ങനെയൊരു കലോത്സവം ഇവിടേക്ക് എത്തുമ്പോൾ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? അതായത് ഏറ്റവും മികച്ചതാക്കാനുള്ള പരിശ്രമം ഉറപ്പായും ഉണ്ടാകും. അതെങ്ങനെ നടത്തി തീർക്കണമെന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? ഏറ്റവും മികച്ച കലോത്സവമാകണമെന്ന് തന്നെയാണ്
എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ അടുത്ത നാളിലുണ്ടായ ചില ശീലങ്ങൾ കുട്ടികളുടെ മത്സരത്തിൽ വിജയം കൈവരിക്കാൻ കഴിയാത്തവർ പ്രതിഷേധിക്കുന്ന രീതിയാണ്. അത് നമുക്ക് കൂടുതൽ പ്രയാസമുണ്ടാക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഈ 3 ദിവസമാകുമ്പോൾ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാവരും സഹകരിക്കുന്ന, മാധ്യമങ്ങൾ വിശേഷിച്ചും സഹകരിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വാഗതാർഹമായ കാര്യമാണ്. മാത്രമല്ല ഈ പഴയുടെ മോഹൻ നമ്പൂതിരിയെ സംബന്ധിച്ചിടത്തോളം ഒരു മത്തങ്ങ കിട്ടിയാലും പായസം വെച്ച് കളയും. പക്ഷെ അങ്ങനെയുള്ള വെറൈറ്റി ഡിഷസ് ഓരോ ദിവസവും അദ്ദേഹം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ നിന്നൊരു മെനു കിട്ടുന്നുണ്ട്. ആ മെനുവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഓരോ ദിവസവും പാചകം ചെയ്യുന്നത്. കൃത്യമായ മെനു ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് കൈമാറുന്നത് അല്ലേ? വിദ്യാഭ്യാസ വകുപ്പാണ് അത് തയ്യാറാക്കുന്നത്. അത് അവർക്കൊരു മാനദണ്ഡം ഉണ്ടല്ലോ, കുട്ടികൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം വെജിറ്റേറിയൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച്. എന്നാൽ പായസം അതുപോലുള്ള ചില സ്പെഷ്യൽ ഐറ്റം മോഹൻ നമ്പൂതിരിക്ക് ഞങ്ങൾ തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ കൂടുതൽ കുട്ടികളെ ആകർഷിക്കാൻ കഴിയും. ഞാൻ തന്നെ ഒരു നിർദ്ദേശം അദ്ദേഹത്തിനോട് പറയുകയുണ്ട്. എന്ത് നിർദ്ദേശമാണ് പറഞ്ഞതെന്നറിയാൻ നമുക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്. എന്ത് നിർദ്ദേശമായിരുന്നു അങ്ങനെ പറഞ്ഞു? കഴിയുമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചോക്ലേറ്റ് പായസമാണ്. ചോക്ലേറ്റ് പായസം നമ്മുടെ വേദികളിൽ ഒരിടത്തും ലഭ്യമല്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഇത്രയധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് വലിയ പ്രയാസകരമായ ഒരു അവസ്ഥയാണ്. ഇതുവരെ കൊടുത്തിട്ടില്ല. അത് ഇഷ്ടപ്പെടും. ഞാൻ അവസാനത്തെ ദിവസമെങ്കിലും കഴിയുമോ എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക്. കുട്ടികൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരം ചോക്ലേറ്റ് പായസം ഉണ്ടാവും. അതെ, മിനിസ്റ്റർക്ക് ചോക്ലേറ്റ് പായസം കഴിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ഇതുവരെ തിരക്കിനിടയിൽ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ മനസ്സിലായി, ഒരു പുതുമയാർന്നതല്ലേ. മിനിസ്റ്റർ കഴിച്ചിട്ടുള്ളതാണ്. കഴിച്ചിട്ടുള്ളതും ആയിരക്കണക്കിന് ആളുകൾ കൊടുത്തിട്ടുള്ളതുമാണ്. അതെന്നാൽ നമ്മുടെ കലോത്സവ വേദികളിൽ ഒരിക്കലും കണ്ടിട്ടില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? ചോക്ലേറ്റ് അല്ലേ. ഐസ്ക്രീം ആണെങ്കിലും അതുപോലെ ബിസ്ക്കറ്റ് ആണെങ്കിലും ചോക്ലേറ്റ് ക്രീം എല്ലാവർക്കും ഇഷ്ടമാണ്. അതൊരു പുതുമയാകട്ടെ എന്നുള്ളതുകൊണ്ടൊരു നിർദ്ദേശം പറഞ്ഞതാണ്. അത് അദ്ദേഹം സ്വീകരിച്ച് ചെയ്യുമെങ്കിൽ ഏറ്റവും നല്ല കാര്യം. അതെ, എന്തായാലും വളരെ നല്ലൊരു നിർദ്ദേശവും കൂടിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അതെ വളരെയധികം നന്ദി മിനിസ്റ്റർ. ഇത്രയും നേരം നമ്മോടൊപ്പം പുതിയ വിവരം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഒരു മാധ്യമങ്ങൾക്ക് കിട്ടാത്ത കാര്യമല്ലേ? താങ്ക് യു സോ മച്ച്. ശരി, എന്തായാലും മിനിസ്റ്റർ നമ്മോടൊപ്പം ചേർന്നു. ഇനി നമ്മോടൊപ്പം ചേരാനുള്ളത് നമ്മുടെ സ്വന്തം റിപ്പോർട്ടർമാരാണ്. മനോജും ശാലിനിയും വേദികളിൽ കറങ്ങി നടക്കുന്നുണ്ട്. അവരെ നമ്മൾ പിടിച്ചിരിക്കുകയാണ്. ശാലിനി, മനോജ് എങ്ങനെയുണ്ട്? രണ്ടുപേരോട് ഒരു കാര്യം പറയാനുണ്ട്. കനകക്കുന്നിലാണെന്ന് തോന്നുന്നു. നേരത്തെ മനോജ് മിസ്സായിരുന്നു. ഈ 2 ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. മനോജ് ഈ ഭരതനാട്യം, മോഹിനിയാട്ടം തുടങ്ങിയ വേദികളിലാണ് മനോജിനെ ഏറ്റവും കൂടുതൽ കണ്ടതെന്ന് എല്ലാവരും. ശാലിനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കനകക്കുന്നിൽ നല്ല കാറ്റാണ്. ഒന്ന് ശ്രദ്ധിച്ചു നിൽക്കുന്നത് നന്നായിരിക്കും എന്നാണ്. അപ്പൊ ഏതായാലും അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ശാലിനി, മനോജ്, എങ്ങനെയാണ് കനകക്കുന്നിലെ ആംബിയൻസ് ഇപ്പോൾ? കൃഷ്ണരാജ്, ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ കയ്യോടെ പിടിച്ച് അടുത്തോണ്ടെന്ന് ഇരുത്തിയിട്ടുണ്ട്. ചുറ്റും പെൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ ഏരിയ കിടന്നാണ് ഈ കൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടെ കയ്യോടെ പിടിച്ചിരുത്തിയേക്കാണ്. കാറ്റ് ഈ രാവിലത്തെ മണിക്കൂറിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു ആശ്വാസമുണ്ട്. ചില പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട് എൻ്റെ കുയിൽനാദം പോയി ചിരട്ട പാറയിൽ ഉരയ്ക്കുന്ന ശബ്ദമൊക്കെയാണ്. എന്തായാലും അതൊക്കെ നമ്മൾ മാറ്റുകയാണ്. എന്തായാലും പോയിന്റ് നില ഇങ്ങനെ വന്നുകൊണ്ട് മാറിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും കണ്ണൂരിന്റെ ഒരു തേരോട്ടം തുടരുകയാണ് അല്ലേ മനോജ്? കണ്ണൂരിലെ തേരോട്ടം തുടരുന്നതോടൊപ്പം മനോജിന്റെ തേരോട്ടം ഇവിടെ തുടരുകയാണ്. എന്തൊക്കെയാണ് ഇനി നമുക്ക് ഈ 9 മണിക്ക് ഈ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒപ്പം ഇനി ഏതൊക്കെ മത്സരങ്ങളാണ് നമുക്കിനി ഈ കനകക്കുന്നിൽ നിന്ന്, കബനി നദിയിൽ നിന്ന് കൊടുക്കാൻ പറ്റും? കബനി നദി അല്പസമയത്തിനകം തന്നെ സജീവമാകും, ഉണരും. അതിന് തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ മംഗലം കളിയും അങ്ങനെ പണി നൃത്തവുമൊക്കെ കഴിഞ്ഞ് ഇന്ന് മലപുലയാട്ടമാണ് ഈ വേദിയിൽ നടക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും ഇവിടെ അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലൊക്കെയാണ്. അതിൻ്റെ ഭാഗമായി നമ്മളും അവരോടൊപ്പം ഉണ്ട്. രാവിലെ തന്നെ ആ പാട്ടൊക്കെ നമ്മൾ കേട്ടതാണ്. എന്തായാലും ഇനി വരും മണിക്കൂറുകളിൽ ഇങ്ങനെ ഓരോ പോയിന്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കണ്ണൂരെന്ന് പറയുമ്പോഴും തൊട്ട് പുറകെ തൃശ്ശൂരുണ്ട്. തൃശ്ശൂരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ
ഈ ഒരു വിജയ കിരീടം ചൂടുക ആരാണെന്നൊന്നും നമുക്ക് ഈ ദിവസങ്ങളിൽ പറയാനേ പറ്റില്ല. എന്തായാലും അതിൻ്റെ ഒരു ആവേശം എല്ലാ ജില്ലകളിലുമുണ്ട്. അവരൊക്കെ തന്നെ അങ്ങനെ ഓരോ വേദികളിൽ കയറുമ്പോഴും വിജയത്തിൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ പരിശ്രമവും ഉണ്ട്. എന്തായാലും ഇവിടെ നമുക്കത് കാണാൻ പറ്റും. ഓരോ ടീം അംഗങ്ങളും വരുമ്പോൾ അവരുടെ ആ ഉഷാറൊക്കെ രാവിലെ തന്നെ നമുക്ക് കാണാം. എന്തായാലും ശാലിനി രാവിലെ പല സ്ഥലത്തും പോകുമ്പോൾ അവരൊക്കെ പറയുന്നത് നമ്മൾ ഇത്തവണ കപ്പടിക്കുമെന്നുള്ള ആ ഒരു ആവേശത്തിൽ തന്നെയാണ് അവരൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് ചില കുട്ടികൾ നമുക്ക് പോകുന്നുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. ഇവര് തിരുവാതിര കളിയാണ്, പക്ഷെ നമ്മൾ നിൽക്കുന്ന കബനി നദിയിലല്ല ഇവരുടെ വേദി ഉള്ളത്. പക്ഷെ അവരിവിടെ എത്തിയിട്ടുണ്ട്, ഇവിടുത്തെ ഒരു വൈബിനൊപ്പം എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇരുന്നോ നിങ്ങളോട് തന്നെ ചോദിക്കാം, നിങ്ങളാണ് അതിഥികൾ. ഇപ്പൊ എന്താണ് പേരെന്താണ് ആദ്യം എല്ലാവരുടെയും പറയാ, സ്കൂള് പറയാം. ഞാൻ പാർവതി, വയനാട്ടിലാണ്. ഫുൾ ടീം കബനി ഒഴുകി തുടങ്ങാൻ പോകുന്നു. പുതിയ കുട്ടികളെ മാത്രമല്ല പഴയവരെയും നമ്മൾ ഓർക്കണം. ഈ സമയത്ത് പഴയ കലാകാരന്മാരെയും ഓർക്കണം. ഈ 1957 ആദ്യ കലോത്സവത്തിൽ മൃദംഗത്തിൽ 1ാം സ്ഥാനം നേടിയ വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വയലിനുണ്ട്, പാട്ടുണ്ട്, പക്ഷേ മൃദംഗത്തിൽ 1957 എത്ര വർഷങ്ങൾക്ക് മുൻപ് ഓർക്കണം. ചേർത്തല ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച AK രാമേന്ദ്രൻ ഇന്ന് ആസ്വാദകനായിട്ട് വേദിയിലെത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ആ റിപ്പോർട്ടിലേക്ക് പോകാം. കലോത്സവങ്ങൾ എന്നും പുതിയ ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ്. കലോത്സവത്തിൽ വന്ന് കണ്ടുമുട്ടുന്നവർ, അവർ സൗഹൃദമുണ്ടാക്കുന്നവർ, ഇവിടെ വലിയ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച് സമ്മാനം നേടുന്നവർ, അതെല്ലാം വലിയ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒന്നാണ് കലോത്സവ വേദികൾ എന്നും. പക്ഷേ ഇവിടെ എത്തി പഴയകാല കലോത്സവത്തിൻ്റെ ഓർമ്മകൾ ഒരു ഗതകാല സ്മരണകൾ അയവിറക്കുന്നവരും കൂടിയുണ്ട്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ്. അത് നിസ്സാരക്കാരനല്ല. ആദ്യത്തെ കലോത്സവം, അതായത് അന്ന് യുവജനോത്സവം എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആദ്യത്തെ കലോത്സവത്തിൽ സമ്മാനാർഹനായിട്ടുള്ളൊരു വ്യക്തി ചേർത്തല AK രാമചന്ദ്രൻ സാർ. അദ്ദേഹത്തിന് 1957 യുവജനോത്സവത്തിൽ, അതായത് കലോത്സവത്തിൻ്റെ ബീജമായിരുന്നു 1957 എന്ന് പറയുന്നത്. പിന്നീടാണ് അത് കലോത്സവമായി മാറുകയും എല്ലാം ചെയ്തത്. അന്ന് യുവജനോത്സവമായിരുന്നു. അന്ന് മൃദംഗ മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് ഈ കലോത്സവ വേദിയിൽ തിരുവനന്തപുരത്ത് പത്മനാഭന്റെ മണ്ണിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമസ്കാരം. എന്താണ് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ എത്തി നിൽക്കുന്നു? കലോത്സവത്തിൻ്റെ രൂപവും ഭാവവും എല്ലാം മാറിയിട്ടുണ്ട്. അന്ന് സമ്മാനം കിട്ടിയ ആ ഒരു നിമിഷത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു കലോത്സവ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് ആദ്യം പോകാം. ഞാൻ ചേർത്തല ഗവൺമെൻറ് ഹൈസ്കൂളിൽ, ബോയ്സ് ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തുടക്കം. എനിക്ക് ജില്ലാതലത്തിൽ ആദ്യം ഒരു മത്സരം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം എറണാകുളം ഗേൾസ് ഹൈസ്കൂളിൽ വെച്ചായിരുന്നു സംസ്ഥാന മത്സരം. അന്ന് ഞങ്ങൾ 12 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 11 പേരും ഒരേ താളത്തിലാണ് വായിച്ചത്. ഒരു കുട്ടി മാത്രം വ്യത്യസ്തമായിട്ട് വായിച്ചു. അപ്പോൾ ജഡ്ജസിന് ഒരു കൺഫ്യൂഷൻ വന്നു, ആർക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 11 പേരിൽ ഞാനാണ് നന്നായിട്ട് പെർഫോം ചെയ്തത്. അപ്പോൾ എൻ്റെ പേര് ഒന്നുകൂടെ വിളിച്ച് എന്നോട് ചോദിച്ചു, ഇനി വേറെ ഏതെങ്കിലും താളം അറിയാമോ വായിക്കാൻ? ഞാൻ പറഞ്ഞു അറിയാം. അങ്ങനെ എന്നെക്കൊണ്ട് ഒന്നുകൂടി വായിപ്പിച്ച് കേട്ടതിന് ശേഷമാണ് എനിക്ക് 1ാം സ്ഥാനവും മറ്റേ കുട്ടിക്ക് 2ാം സ്ഥാനവും അത് പ്രഖ്യാപിക്കുന്നത്. ഈ കുട്ടിക്കാലം മുതലേ ഇത് അഭ്യസിക്കുന്നുണ്ടായിരുന്നോ ചെറുപ്പം മുതൽ? ഞാൻ 55, അതായത് ഞാൻ 7ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ഈ പെർക്കഷൻ ഇൻസ്ട്രുമെൻസിനോട്. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഇട്ട് കൊട്ടുകയും ഒക്കെ ചെയ്ത് ഈ ശല്യം സഹിക്കവയ്യാതെ അച്ഛൻ എന്നെ മൃദംഗം പഠിപ്പിക്കാനാക്കിയതാണ്. അപ്പോൾ 2 വർഷം കൊണ്ട് എനിക്ക് സംസ്ഥാന തലത്തിൽ പങ്കെടുക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡ് എനിക്ക് ദൈവാധീനം കൊണ്ട് ഉണ്ടായി. ഇപ്പോൾ അങ്ങിപ്പോൾ ഇവിടെ എല്ലാം ചുറ്റിത്തിരിഞ്ഞ് നോക്കി കാണുമ്പോൾ ഈ കലോത്സവമൊക്കെ ആകെ അങ്ങ് മാറിയല്ലോ. പണ്ട് ഇത്തരത്തിൽ ചുരുക്കിയ ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. വാശിയോ ആവേശത്തിനൊന്നും കുറവില്ലെങ്കിലും ഇത്തരത്തിൽ വലിയൊരു യുദ്ധാടിസ്ഥാനത്തിലുള്ളൊരു പോരാട്ടമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്ന് കലോത്സവത്തിൻ്റെ രീതി മാറി, ഭാവം മാറി, നടത്തിപ്പെല്ലാം മാറി. ഈ വളർച്ച എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് ആകപ്പാടെ ഉള്ളത് 300 പേരാണ് ഞങ്ങൾ അന്ന് 1957 22 മത്സര ഇനങ്ങളേ ഉള്ളൂ. അതേസമയം ഇപ്പോൾ 249 മത്സര ഇനങ്ങളും 15,000 പേരുമാണ് പങ്കെടുക്കുന്നത്. ആ ഭയങ്കര വ്യത്യാസമാണ്. അന്ന് ഭക്ഷണ സൗകര്യങ്ങളൊന്നുമില്ല.
ഞങ്ങൾ അടുത്തുള്ള ഹോട്ടലിൽ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വരണം. ഇപ്പോഴാണിപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഉത്സവ നഗരി വന്നപ്പോൾ എനിക്ക് പഴയ ഓർമ്മകളും സന്തോഷമൊക്കെ വളരെയധികം തോന്നുന്നു. കാരണം വർഷങ്ങൾ 67ആയി ഞാൻ പങ്കെടുത്തിട്ട്. ആ ഓർമ്മകളൊക്കെ ഞാനിപ്പോൾ അത് അയവിറക്കുകയാണ്. പിന്നീട് ഈ മൃദംഗ രംഗത്ത്, ഈ വാദ്യരംഗത്തെല്ലാം തുടർന്നും മുന്നോട്ട് പോയോ? ഞാൻ അത് കഴിഞ്ഞ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് 1961, 62, 63 വർഷങ്ങളിൽ ഞാനായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൈസ് വിന്നർ. ഞാൻ ആദ്യമായി മൃദംഗത്തിൽ ഹാട്രിക്ക് നേടിയത് 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഹാട്രിക്ക് നേടിയത് ഞാനാണ്. പിന്നെ ഡൽഹിയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആകാശവാണിയുടെ ടോപ്പ് ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. കേരള സംഗീത അക്കാദമി പുരസ്കാരം 2003 ലഭിച്ചു. ഇപ്പോഴും ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 45 വർഷമായിട്ട് ചെമ്പെ, പ്രശസ്തമായ ചെമ്പെ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നു. അപ്പം ഈ മൃദംഗ മത്സര വേദികളിലൊക്കെ പോവാറുണ്ടോ? ഈ ഇവിടുത്തെ കലോത്സവം എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ ഈ കലോത്സവം നടക്കുന്ന വേദികളിൽ പോകാറുണ്ട്. പിന്നെ 2011, 2016, 2018 ഈ വർഷങ്ങളിലെല്ലാം എനിക്ക് എന്നെ വിളിച്ച് ആദരിച്ചിട്ടുണ്ട്. ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ പ്രകടനം കാണുമ്പോൾ അവരുടെ പ്രകടന മികവിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എത്രത്തോളം നിലവാരം അവർ പുലർത്തുന്നുണ്ട്? ഇപ്പോഴത്തെ കുട്ടികൾ നല്ല നിലവാരമുള്ള കുട്ടികളാണ്. നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. നല്ല നിലവാരമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ കലോത്സവ വേദിയിൽ ഇപ്പോഴും സജീവമായി തുടരുന്നു എന്നുള്ളതാണ്. അതായത് ആദ്യ കലോത്സവത്തിലെ വിജയിയാണ് അദ്ദേഹം. വീണ്ടും ഇവിടെ കലോത്സവത്തിൻ്റെ ആ ഗതകാല സ്മരണകളെല്ലാം തന്നെ നിലനിർത്തുന്നതിനും പുതുക്കുന്നതിനും വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഏതായാലും ഏറ്റവും മികച്ചൊരു അതിഥിയെ തന്നെ നമുക്കിന്ന് പരിചയപ്പെടുത്താൻ സാധിച്ചു എന്ന് തന്നെ കരുതുന്നു. ക്യാമറമാൻ ബിജു പറവൂരിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം. അപ്പോ കലോത്സവം തത്സമയ കാഴ്ചകളുടേത് മാത്രമല്ല, ഓർമ്മകളുടേത് കൂടിയാണ്. 1957 മൃദംഗത്തിൽ 1ാം സ്ഥാനം നേടിയ ഒരാൾ, അദ്ദേഹം 3 വർഷം സർവകലാശാല കലോത്സവത്തിൽ തുടരെ ജേതാവായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകൾ പുതുക്കലിൻ്റെത് കൂടിയാണ്. അപ്പോൾ നമുക്ക് തന്നെ ഈ മൈതാനത്തേക്ക് വന്ന് കയറുമ്പോൾ മനസ്സിൽ തോന്നുന്നത് നമ്മുടെ സ്കൂൾ കാലമാണ്. അവിടേക്കാണ് നമ്മൾ ഓടിപ്പോകാറ്. അല്ലെങ്കിൽ കലാലയ കാലമായിരിക്കും നമ്മളുടെ മനസ്സിലേക്ക് എത്തുക. ഏതായാലും വിവിധ വേദികളിൽ മത്സരം ഉടൻ തുടങ്ങും. അത് തന്നെയാണ്. മാത്രവുമല്ല, ആഘോഷത്തിന്റെ ദിനരാത്രങ്ങളാണ് അനന്തപുരി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ആഘോഷത്തിമിർപ്പിൽ തന്നെയാണ്, ആഘോഷത്തിന്റെ നാളുകൾ തന്നെയാണ്. പക്ഷേ ഈ പുത്തൻപുലരി ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കും. കലോത്സവ വേദിയിലേക്ക് ഇടതടവില്ലാതെ നമ്മൾ തുടരും എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും പുത്തൻപുലരി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. തിരുവനന്തപുരത്തുകാർക്ക് കലോത്സവ ദിനാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. അപ്പോൾ ഒരു ശുഭദിനമാകട്ടെ. നന്ദി.